ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുണ ചെയ്യട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ എന്നുള്ള വിഷയമാണ്. രാവിലെ നാം ചിന്തിച്ച ആ വിഷയത്തിൻ്റെ തുടർമാനമായി ചിന്തിക്കുമ്പോൾ രാവിലെ നാം ചിന്തിച്ച ഭൂതകാല ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. അതിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ സാധ്യതയുള്ളതിനെ കുറിച്ച് നാം ചിന്തിച്ചു. അന്ന് ആ കാലഘട്ടത്തിൽ പൂർവ്വപിതാക്കന്മാർ വിശ്വാസത്താൽ അവർ നീതീകരിക്കപ്പെട്ടു. 2, ന്യായപ്രമാണത്താൽ അവർ നീതീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. 3 ബലാത്കാരാണ് അതിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ യോഹന്നാന്റെ സമയത്തുള്ള പ്രിയപ്പെട്ടവരുമേൽ അവര് പരിശ്രമിച്ചു, അവരത് സാധിച്ചെടുത്തു. 4 കൂട്ടരുണ്ട്, അത് ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത, നന്മയെ തിന്മയെ തിരിച്ചറിയാത്ത ശിശുക്കളെ പോലുള്ളവർ. അവർക്കും ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരുവാൻ കഴിയും. ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഈ ഒരു ഗ്രൂപ്പ് അഥവാ ശിശുക്കളെ പോലുള്ളവർക്ക് അവർക്ക് ദൈവരാജ്യം അവകാശപ്പെട്ടതാണ്. അത് ഭൂതകാല, വർത്തമാന, ഭാവികാല സംഭവങ്ങളാണെങ്കിൽ പോലും ഈ ഒരു ഗ്രൂപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. ശിശുക്കളെ പോലുള്ളവർക്ക് ദൈവരാജ്യം അവകാശമാക്കാനുള്ള ദൈവിക അധികാരം അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശിശുക്കളെ ഒരിക്കലും വേർതിരിച്ച് നിർത്താൻ പാടില്ല. അത് ഒരു കാലഘട്ടത്തിൽ മാറ്റമില്ലാത്ത, ഒരു ബാല്യപ്രായത്തിലെത്തുന്ന മുമ്പായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തിൻ്റെതാണ്. അവരെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രായം കഴിയുമ്പോൾ, ബാല്യപ്രായം കഴിഞ്ഞ് തെറ്റിലേക്ക് പോകുമ്പോഴാണ് മാനസാന്തരത്തെ അവസ്ഥ വരുന്നത്, വീണ്ടും ജനനത്തിലേക്കൊക്കെ മടക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് 4 രീതിയിൽ ഭൂതകാല ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ സാധിക്കും. വർത്തമാനകാല ഈ സമയത്ത് എങ്ങനെയാണ് ദൈവത്തിന്റെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രത്യേകത എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകമായി നാം ചിന്തിക്കേണ്ടത് വർത്തമാനകാല ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അത് ദൈവസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ വാമൊഴിയും വരമൊഴിയും ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ശക്തിയാലാണ് ദൈവരാജ്യം അതിൻ്റെതായ ശക്തിയോടെ വെളിപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പഴയ നിയമത്തിൽ ഭൂതകാല ദൈവരാജ്യത്തിൽ അത് ശക്തി വെളിപ്പെട്ടിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഞാൻ പറയുന്നതൊക്കെ വളരെ മാറ്റമുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ശക്തിയില്ലാത്ത ബലഹീനമായിരുന്നു പഴയ നിയമത്തിന്റെ ദൈവരാജ്യമെങ്കിൽ പുതിയ നിയമത്തിൽ അത് ശക്തിയുള്ളതാണ്. എന്നാൽ ഭാവി കാലത്ത് അതിന് വ്യത്യസ്തമുള്ളതാണ് ഭാവികാല ദൈവരാജ്യം. ഇതെല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ അത് എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി പോയെങ്കിൽ ഇതിനകത്ത് വ്യത്യാസം, അല്ലെങ്കിൽ നമുക്കെല്ലാം പണ്ടത്തെ പോലുള്ള ചിന്തയായിരിക്കും. ഇപ്പോൾ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുള്ള പഠിപ്പീരുണ്ട്. എന്നാൽ അവരൊന്നും ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുകയുള്ളൂ, അതിനപ്പുറമായിട്ട് അവർക്കൊന്നും അറിയത്തില്ല. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മളെപ്പോഴും ദൈവം തന്നിരിക്കുന്ന വചനത്തെ കൂടുതൽ പഠിക്കുകയും അതിന്റെ ആധികാരികത മനസ്സിലാക്കിയെടുക്കുകയും അതിൽ നിന്ന് നാം ഗ്രഹിച്ച് മുമ്പോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവസഭയ്ക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം വളരെ വലുതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വർത്തമാനകാലത്തിലെ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അത് ശക്തിയുള്ളതാണ്. എന്നാൽ ഭാവി കാലത്തെ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അത് ശക്തിയും തേജസ്സുമുള്ളതാണ്. വ്യത്യാസം അതാണ്. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് തേജസ് ഇല്ലാത്തവനായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ശക്തിയോടെ വന്നു. അപ്പോൾ യേശുക്രിസ്തുവിന് 1ാമത്തെ വരവെങ്കിൽ അവൻ വന്നത് എങ്ങനെയാണ് വന്നത്? നമ്മെ പോലെ തേജസ് ഇല്ലാത്തവനായി മനുഷ്യനായിട്ടാണ് വന്നത്. എന്നാൽ ഇനി കർത്താവ് വരുന്നത് എങ്ങനെയാണ്? അവൻ തേജസ്സോടും ശക്തിയോടും കൂടെ വരും. ഇത് ദൈവരാജ്യത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയെടുക്കണം, എങ്കിലേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതേ പറയുന്നത് വർത്തമാനകാലത്തിലെ സുവിശേഷത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ വർത്തമാനകാലത്തിൽ കർത്താവ് സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നത് പറഞ്ഞു. അപ്പോൾ സുവിശേഷം എന്നുള്ളത് എന്താണെന്ന് നമുക്കറിയാം. ദാവീദ് സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നോക്കിക്കൊള്ളുന്നതാണ് സുവിശേഷം എന്ന് നമുക്കറിയാം. ഈ യോഹന്നാൻ ആദ്യമായി മാനസാന്തര സ്നാനത്തെക്കുറിച്ചും പറഞ്ഞിരുന്നെങ്കിലും യേശു ആരാണെന്ന് അറിഞ്ഞ ശേഷമായി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കിട്ടിയപ്പോൾ അദ്ദേഹം മാറ്റി പറയാനിടയായിരുന്നു. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവനും സുവിശേഷം അറിയിപ്പാനിടയായി തീർന്നു. സുവിശേഷം ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് ലൂക്കോസ് സുവിശേഷത്തെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു സുവിശേഷം പറഞ്ഞുകൊണ്ട് യോഹന്നാനും
സുവിശേഷം അറിയിച്ചു. എപ്പോഴെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ സ്നാനത്തിന് മുമ്പായി ക്രിസ്തുവേശു അവിടെ നിൽക്കുന്ന സമയത്ത് യേശു ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അത് യോഹന്നാൻ സുവിശേഷം ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. അപ്പോൾ സുവിശേഷം അറിയിച്ചത് ആരാണ്? യോഹന്നാൻ സ്നാപകനാണ്. എന്തുകൊണ്ടാണ് ഈ മാനസാന്തര സ്നാനത്തെ മാറ്റിയിട്ട് താൻ സുവിശേഷം അറിയിച്ചു എന്ന് പറയുമ്പോൾ അത് വ്യത്യാസമുണ്ട്. ആദ്യമായി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ ദൈവരായി സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുകയും എന്നാണ് പറഞ്ഞത്. എന്നാൽ യേശുക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് പിതാവാം ദൈവം എനിക്ക് കൊടുത്തിരുന്നു. അപ്പോൾ യേശുക്രിസ്തു സ്നാനപ്പെടുവാൻ വന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, അവൻ നിങ്ങളെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തുന്നവനാണ്. അപ്പൊ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവനാണ് ഇനി ദൈവരാജ്യത്തിന്റെ വക്താവ്, അല്ലെങ്കിൽ ദൈവരാജ്യം ശക്തിയോടെ ലോകത്തിൽ സ്ഥാപിച്ചെടുക്കേണ്ടത് യേശുവാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകനും സുവിശേഷം അറിയിച്ചു. ഇതാണ് സുവിശേഷം അറിയിച്ചെന്നവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവര് കാര്യം മനസ്സിലായി, ഈ സുവിശേഷത്തിന്റെ വക്താവായിട്ടാണ് യേശു വന്നിരിക്കുന്നത്. ഇവൻ മുഖാന്തരം എവിടെയും ശക്തിയോടെ ദൈവരാജ്യം വ്യാപരിപ്പാൻ ഇടയായി തരും. അതുകൊണ്ടാണ് കർത്താവ് ജനിക്കുമ്പോൾ, യേശു ജനിക്കുമ്പോൾ, അവൻ ജനിച്ചത് എങ്ങനെയാണ് ജനിച്ചത്? അവൻ സ്ത്രീയുടെ കന്യകയിൽ പിതാവാം ദൈവത്തിന് അത്യന്ത ശക്തി വ്യാപരിച്ചപ്പോൾ ആ മനുഷ്യ സ്ത്രീയിൽ അവൾ കന്യകയുടെ ഉദരത്തിൽ യേശു ഉത്പാദനമായി തീരുവാനിടയായിട്ട് 10 ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരുന്ന സ്ത്രീ, പലപ്പോഴും സ്ത്രീയെ എന്ന ദൈവം പുതിയ നിയമത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുന്ന കാരണം നമ്മൾ വിചാരിക്കും ഇഷ്ടക്കേട് കൊണ്ടോ ബഹുമാനില്ലാത്തത് കൊണ്ടോ അല്ല യേശു തന്റെ അമ്മ ആയ മറിയെ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയെ എന്ന് പറയാൻ കാരണം പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന, ഉൽപ്പത്തിയിൽ പറഞ്ഞിരുന്ന സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ളതിന്റെ അർത്ഥതലത്തിലാണ് യേശു എപ്പോഴും തന്റെ അമ്മയെ സ്ത്രീയെ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കിയെടുക്കത്തില്ല. നമ്മൾ വിചാരിക്കും യേശു അമ്മയെ എന്നോട് അമ്മയെന്ന് വിളിക്കാഞ്ഞത് എന്ന് ചിന്തിക്കും. പക്ഷെ അതിന് കാരണം ഉൽപ്പത്തിയിൽ പിതാവാം ദൈവം അല്ലെങ്കിൽ ദൈവം സംസാരിച്ചിരുന്ന ആ സ്ത്രീയാണ് ആര്? ഈ യേശുവിന്റെ അമ്മ മറിയ എന്ന അർത്ഥത്തിലാണ് സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് തിരിച്ചു നോക്കണം. എവിടെ നടന്നറിയാമോ? മനുഷ്യൻ പാപം ചെയ്ത ശേഷമായി ആ ഭൂതകാല ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ അവർ പാപം ചെയ്ത് സാത്താൻ അടിമയായി തീർന്നപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയെയും സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പോൾ യേശു ജനത്തോട് സംസാരിക്കുമ്പോൾ സ്ത്രീ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ സന്തതിയാണ് ഞാനെന്നുള്ള തിരുവെഴുത്തിൻ പ്രകാരമുള്ള അറിയിപ്പാണ് ദൈവം ലോകത്തോട് അറിയിച്ചത്. അതുകൊണ്ടാണ് തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം എന്ത് ചെയ്തു? മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയാറ്റം. അപ്പോൾ ഇവിടെ സ്ത്രീ എന്ന് പറയുന്നതിന് അർത്ഥം മനസ്സിലാക്കിയല്ലോ. എന്താണെന്ന് അറിയാം. അമ്മയെന്ന് വിളിച്ചില്ല. കാരണം സ്ത്രീയുടെ സന്തതിയിലുള്ള ബന്ധം വിളിപ്പോയി. കർത്താവ് സംസാരിച്ചതെല്ലാം ആ മർമ്മീകമായ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അകത്ത് ഒരു അക്ഷരം പോലും മാറ്റമില്ല. അതല്ലാതെ യേശു തന്റെ അമ്മയെ അവഹേളിക്കുകയോ ബഹുമാനം കൊടുക്കുകയോ ചെയ്യാതിരുന്നല്ല ചെയ്തത്. സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ നീയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരുന്ന സ്ത്രീ എന്നും ആ നിന്റെ സന്തതിയാണ് ഞാനെന്നുമാണ് യേശു ലോകത്തോട് വിളിച്ചു പറയേണ്ട ഇടയാത്തത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സ്ത്രീയുടെ സന്തതിയായി യേശു അത്യുന്നതിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിച്ചപ്പോൾ അവളിലാണ് ദൈവം ക്രിസ്തു ഉരുവായി ഒരു നമ്മെ പോലെ ഒരു മനുഷ്യനായി ലോകത്തിൽ ശക്തിയോട് കൂടെ എന്ത് ചെയ്തു? യേശു ശുശ്രൂഷിച്ചു. അപ്പോൾ അവന്റെ ശക്തിക്ക് മുമ്പിൽ പൈശാചിക ശക്തികളുടെ കൂട്ടം എന്ത് ചെയ്തു? അത് വിറങ്ങലിച്ചു പോകുവാനിടയാറ്റു. അതുകൊണ്ടാണ് ആ ശക്തി വ്യാപിച്ചവർക്കൊക്കെയും അവന് ശക്തി പുറപ്പെട്ടപ്പോൾ രോഗികൾ സൗഖ്യമായി. അവന്റെ തുപ്പലിൽ പോലും രോഗസൗഖ്യമുണ്ടായിരുന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ പോലും രോഗസൗഖ്യമുണ്ടായിരുന്നു. ഭൂതങ്ങൾ അലറിയോടുവാനിടയാത്തീർന്നു, മരിച്ചു ഉയർത്തപ്പെടുവാനിടയാത്തീർന്നു. അങ്ങനെ പൈശാചിക സാമ്രാജ്യത്തിന്റെ എല്ലാ അവന്റെ സകല പദ്ധതികളെയും യേശു ഒന്നൊന്നായി എന്ത് ചെയ്തു? അതിനെ മാറ്റി ശക്തിയോടുകൂടിയുള്ള ദൈവരാജ്യം എന്താണെന്ന് ദൈവസഭയുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുവാൻ ഇടയാറ്റു. അതുവരെയും ദൈവരാജ്യം വ്യത്യസ്തമായ നിലവാരത്തിലുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നത് ശക്തിയോടെ ദൈവരാജ്യം വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവരാജ്യവും ദൈവസഭയും തമ്മിൽ കോർത്തിണക്കിയാണ് ദൈവമായ കർത്താവ് പിന്നീട് സംസാരിപ്പാനിടയാറ്റത്. അപ്പോൾ അവിടെ കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ടില്ല. കാലം സമീപിച്ചിരിക്കുന്നു, കാലം തികവെങ്കിൽ
യേശുക്രിസ്തു വന്നത് ലോകത്തിന്റെ ആരംഭത്തിൽ തുടങ്ങിയ പൈശാചിക മണ്ണത്തെ എന്നേക്കുവാൻ തുടച്ചു നീക്കണം. അതിനായി പ്രാരംഭത്തിൽ ചെയ്യേണ്ടത് അവന്റെ ബീജമായിരിക്കുന്ന പാപത്തെ നീക്കണം. അതിനുവേണ്ടിയാണ് യേശു ആദ്യമായി ഒന്നാമതായി വരുവാൻ ഇടയാക്കുന്നത്. പാപങ്ങളെ നീക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി തീരുവാൻ ഇടയാക്കുക. ഈ പാപം നീക്കുവാൻ വേണ്ടി യേശു പ്രത്യക്ഷനായി വന്നത് അവൻ പാപജഡമയത്തിന്റെ സദൃശനായിട്ട് ശക്തിയുള്ളവനായിട്ട് വന്നപ്പോൾ തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. വചനമാണ് കർത്താവ്. ഇബ്രാഹിം പറഞ്ഞത് അവൻ തന്റെ ശക്തിയുള്ള വചനം കൊണ്ടാണ് സകലത്തെയും എന്ത് ചെയ്യുന്നത്, വഹിക്കുന്നത്. അപ്പോൾ സകല മനുഷ്യരുടെയും പാപം, സകല മനുഷ്യരുടെയും ശാപം, രോഗം, വേദനകൾ ഇതെല്ലാം വഹിക്കുവാൻ ശക്തമായിരുന്നു യേശുവിന്റെ വചനമാകുന്ന ശരീരം. അതുകൊണ്ടാണ് അവൻ ശക്തിയോടെ നമ്മുടെ എല്ലാ പാപങ്ങൾക്ക് വേണ്ടി അവൻ അവസാനം വരെയും ആ സുബോധത്തോടുകൂടെ കാൽവരിയിൽ അവൻ യാഗമായി തീർന്നപ്പോൾ അവൻ ശക്തിയോടെ അതിനെല്ലാം വഹിച്ച് പാപത്തെ ഒഴിക്കുവാനിടയാത്ത് മനുഷ്യപാപത്തെ മുഴുവനും യേശുക്രിസ്തു ശരീരത്തിൽ വഹിച്ചപ്പോൾ അവന്റെ ജീവന്റെ ശക്തി ഒഴുകിയപ്പോൾ പാപത്തിന്റെ കൂമ്പാരം മുഴുവനും പർവ്വതം പോലുള്ള ആ പാപം മുഴുവനും മാറുവാൻ മറുവലയാറ്റിരുവാൻ കുഞ്ഞാട് രക്തത്തിന് അത് മറുവലയാറ്റിരുവാൻ ഇടയാറ്റുന്നതുകൊണ്ടാണ് ക്രിസ്തു യേശു നമുക്ക് വേണ്ടി പാപത്തിന് പരിഹാരമായി തീരുവാൻ ഇടയാറ്റുമെന്ന് പറഞ്ഞു. അന്നു മുതൽ സുവിശേഷം മുഖാന്തരമാണ് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയിരുന്നത്. എന്നാൽ മറുഭാഗത്ത് ന്യായപ്രമാണത്തിന്റെയും മറ്റുള്ള രീതിയിൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില വ്യക്തികൾ അവരിപ്പോഴും അതിലേക്ക് വരുന്നുണ്ട്, ശിശുക്കളെ പോലെ വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ സഭയോടുള്ള ബന്ധത്തിലാണ് ദൈവരാജ്യം സ്ഥാപിതം, ദൈവരാജ്യത്തിന് ശക്തി പ്രദർശിപ്പാൻ ഇടയാക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ശക്തി, അവൻ അത്യുന്നത ശക്തി ലഭിച്ചിട്ടാണ് മറിയുടെ ഉദരത്തിൽ യേശു ഉത്പാദിതമായതെങ്കിൽ യേശു പറഞ്ഞു, നിങ്ങൾ നഗരത്തിൽ പാർപ്പീൻ, ഉയരത്തിൽ ശക്തി ലഭിക്കുവോളും നിങ്ങൾ അവിടെ പാർത്തിട്ട് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്റെ സാക്ഷികളാകണം. എന്നിട്ട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി സകല സൃഷ്ടിയോട് വേണ്ടിയണം സുവിശേഷം അറിയിക്കണം. ഇവിടെ നമുക്ക് കാണാൻ സാധ്യത അറിയാവുന്നതോടെ ഞാൻ വേഗത്തിൽ പോവുകയാണ്. അതേക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ദീർഘിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ശക്തി ലഭിച്ചപ്പോൾ മറിയുടെ ഉദരത്തിൽ യേശു ഉരുവായെങ്കിൽ ഈ 120 പേര് കൂടിയിരുന്ന ആ മാളിക മുറിയിൽ ദൈവശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധശക്തി വ്യാപരിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ യേശു ജനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ വരവെങ്കിൽ യേശുവിന്റെ ജനനം, ഉയരത്തിൽ അത്യന്ത ശക്തി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ക്രിസ്തുവിനെ ഉരുവാക്കിയെടുത്ത് അവൻ ശക്തിയോടെ പ്രവർത്തിച്ച് മരണത്തെ എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിച്ച് ഉയർത്തിരുന്നിട്ടപ്പോൾ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് വെളിപ്പെടുത്തുവാൻ ഇടയാക്കുന്നത്. അതുവരെയും യേശു സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് ആരോടും അത് പറയാൻ സമ്മതിച്ചില്ല. എന്നാൽ സഭയുടെ അടിസ്ഥാനക്കല്ലായിത്തീരുന്ന യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ അടിസ്ഥാനക്കല്ലായി തീർന്ന ശേഷമാണ് അവനോട് ചേർത്ത് പണിയപ്പെടുവാനുള്ള കല്ലുകളെ ചേർത്ത് പണിയുവാൻ വേണ്ടി ദൈവരാജ്യം എന്നുള്ളത് ലോകത്തിൽ എല്ലായിടത്തും പ്രസംഗിക്കണമെന്നും ജാതികളിൽ പ്രസംഗിക്കപ്പെടണമെന്നും അത് സഭയുടെ അംഗങ്ങളാക്കി തീർക്കണമെന്നുള്ളത് യേശു തന്റെ ശിഷ്യന്മാരെ ഉത്ബോധിപ്പാൻ ഇടയാറ്റുന്നത്. ഇവർക്ക് ചെയ്യണമെങ്കിൽ ഉയരത്തിലെ ശക്തി അത്യന്താവശ്യമായിരുന്നു. അപ്പോൾ ഉയരത്തിലെ ശക്തി ലഭിക്കുമ്പോൾ നമ്മുടെ അകത്ത് സംഭവിക്കുന്നത്, മറിയുടെ ഉദരത്തിലാണ് യേശു ജനിച്ചെങ്കിൽ അന്ന് അവിടെ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വന്നപ്പോൾ ക്രിസ്തു അവരിൽ ജനിക്കുവാൻ ഇടയാറ്റുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ ജനിക്കുവോളം ഞാൻ എന്ത് ചെയ്യുന്നു, വേദനപ്പെടുന്നു. അഥവാ നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് യേശു ക്രിസ്തുവിനെ അവന്റെ ഉള്ളിലുള്ള ആ അകത്തെ മനുഷ്യൻ ജനിക്കുന്നവരെയും പൗലോസ് പറയും, എനിക്ക് പ്രസവവേദനയാണ്. അപ്പോൾ അവൻ കണ്ടത് വിശ്വാസം എന്നാൽ മാത്രം പോരാ, യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുവാൻ അത്യന്തമായ ശക്തി നമ്മുടെ മേൽ വ്യാപരിപ്പാൻ ഇടയാക്കണം. ചില വിചാരിക്കുന്ന ബന്ധുക്കൂസാരെന്ന് പറഞ്ഞാൽ അന്യഭാഷ പറഞ്ഞ ശക്തി വെളിപ്പെടുത്തുന്നവരെന്നാണ്. ശരിയാണ്, നമ്മുടെ ആരാധനയിൽ അന്യഭാഷയുണ്ട്, നമ്മുടെ ആരാധനയിൽ വിടുതലുണ്ട്. ഞാൻ ഈ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ശക്തികൾക്ക് വിറച്ചലുണ്ടാകും. ദൈവമക്കൾ അന്യഭാഷ ആരാധിക്കുമ്പോൾ ഭൂതങ്ങൾ അലടിപ്പോവും. ദൈവമക്കൾ ആരാധിക്കുമ്പോൾ വിജയം സംഭവിക്കും. എന്നാൽ അതിലെല്ലാം വ്യത്യസ്തമായിട്ട് അത് പുറമെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആന്തരികമായിട്ടുള്ളൊരു മാറ്റം ഒരു ബന്ധുക്കോസുകാരന്റെ ഉള്ളിലുണ്ട്. യേശു അവനിൽ എന്ത് ചെയ്യുന്നു, വളർന്നുകൊണ്ടേയിരിക്കുന്നു.
അപ്പോൾ പുതിയ നിയമത്തിന് ശക്തി വന്നു കഴിഞ്ഞപ്പോൾ, ഈ പരിശുദ്ധാത്മ വിഷയം വന്നു കഴിയുമ്പോൾ അന്യഭാഷ മാത്രം പറയുന്നതല്ല, ശുശ്രൂഷ മാത്രം പറയുന്നതല്ല, നമ്മുടെ അകത്ത് ക്രിസ്തു എന്ത് ചെയ്യുന്നു? ജനിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു? വളർച്ച പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരിലും അധികമായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെന്ന് പൗലോസ് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ദിവസങ്ങളിൽ കിട്ടുന്ന സമയങ്ങളൊക്കെ അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അത് ദൈവത്തോടുള്ള നമ്മുടെ സംസാരമാകുമ്പോൾ നമ്മുടെ അകത്തിന്റെയും ക്രിസ്തുവിന്റെ ആ ജീവൻ അതേ രീതിയിൽ വ്യാപരിപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പെന്തക്കോസ്തർ ഒച്ച വെക്കുന്ന ആൾക്കാരല്ല, ക്രിസ്തുവിന് അനുരൂപമായി തീരുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നവരാണ് ഈ വർത്തമാന കാലത്തിലെ ദൈവരായിട്ടുള്ളവർ. സ്തോത്രം. പഴയ നിയമത്തിലില്ലായിരുന്നു. അപ്പോൾ വർത്തമാനകാലത്തിലെ ദൈവമക്കളായിരിക്കുന്ന എന്നിലും നിങ്ങളിലും ആരുരുവായിട്ടുണ്ട്. ആരുവായിട്ടുള്ളത്? ക്രിസ്തു ഗുരുവായിട്ടുണ്ട്. അവന്റെ ശക്തി നമ്മുടെ മേൽ എന്ത് ചെയ്യും? നമ്മളെ മാറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലേക്കാൾ ഇന്ന് നമ്മൾ ആ ശക്തി വ്യാപരിക്കുമ്പോൾ, അത്യന്തമായ ശക്തി വ്യാപരിക്കുമ്പോൾ നമ്മളിൽ കൃപാവരങ്ങൾ ജനിക്കപ്പെടുന്നതോടൊപ്പം തന്നെ അകത്തെ ഒരു മനുഷ്യൻ നമ്മെ ക്രിസ്തുവിനോട് സദസ്യന്മാരാക്കുന്നു. അതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും നമ്മുടെ അകമയുള്ള മനുഷ്യൻ ചെയ്യുന്നു നാൾക്ക് നാൾ ബലപ്പെടുന്നു. അതിനർത്ഥം ഈ പുറമേയുള്ള ശരീരം ക്ഷയമുള്ളതാണ്, അത് മാറിപ്പോകുന്നതാണ്. എന്നാൽ അക്ഷയമായിരിക്കുന്ന ഒരു നിത്യജീവനെ ക്രിസ്തു മുഖാന്തരം നമ്മൾ ഉളവാക്കിയിട്ടുണ്ട്. അത് വ്യാപരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ മേൽ ആവസിക്കുമ്പോഴാണ്. ഈ ശക്തി ലഭിച്ചിട്ടാണ് നിങ്ങൾ പോയി എന്ത് ചെയ്യേണ്ടത്? സുവിശേഷം അറിയിക്കേണ്ടത്. പഴയ നിയമത്തിൽ ശക്തിയില്ലായിരുന്നു. അവർക്ക് ലഭിച്ചതനുസരിച്ച് അവർ ഓരോരുത്തരും അവരുടേതായ കാഴ്ചപ്പാടിൽ ജീവിക്കുകയും അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ സർവ ലോകത്തിനു വേണ്ടി സാർവത്രികമായിട്ടുള്ള ശക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 2000 വർഷമായി വിവിധ ജാതികളിൽ മതങ്ങളിലും ഭാഷകളിലും ഗോത്രങ്ങളിലും ഉള്ളവരെ അവനായി വിലയ്ക്ക് വാങ്ങി ശക്തി കൊടുത്തിക്കൊണ്ട് അവന്റെ ശക്തി പകർന്ന് ക്രിസ്തുവിന്റെ അനുരൂപമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ വർത്തമാന ദൈവരാജ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. വർത്തമാന ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? യേശു ക്രിസ്തുവിന്റെ ശക്തി പുതുത്താൻ ശക്തി വ്യാപരിച്ചു. ആ ശക്തി വ്യാപരിച്ചിട്ട് നമ്മളെന്ത് ഒരു സുവിശേഷം അറിയിക്കുന്നു. അപ്പോൾ കർത്താവ് അതേക്കുറിച്ച് പറഞ്ഞ ദൈവരാജ്യത്തെ ഏതുകൊണ്ട് ഉപമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 12 ഉപമ സദൃശം പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ ഉപമ കർത്താവ് പറഞ്ഞത് വിതയ്ക്കുന്നവന്റെ ഉപമ കർത്താവ് പറഞ്ഞു. വിതയ്ക്കുന്ന ഉപമ പറഞ്ഞപ്പോൾ അത് പറയുന്നത് വിതയ്ക്കുന്നവൻ പുറപ്പെട്ടു, അവൻ വിത്ത് വിതച്ചു, നല്ല നിലത്ത് വീണു, അത് 30, 60, 100 മേനി വിളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള വിശ്വാസികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് ദൈവസഭ സുവിശേഷം എന്ന് പറഞ്ഞാൽ. 3 തരത്തിലുള്ള വിശുദ്ധന്മാരെ ഈ സുവിശേഷ മുഖാന്തരം ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ കഴിയും, അത് ജനിപ്പിച്ചെടുക്കുവാനായിട്ട് കഴിയും. അത് 30 മേനിക്കാരുണ്ട്, 60 മേനിക്കാരുണ്ട്, 100 മേനിക്കാരുണ്ട്. പലപ്പോഴും നമുക്കൊക്കെ ആവശ്യം ഭൗതികത്തിന്റെ വിഷയത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ആത്മീയ കാര്യത്തിൽ പലർക്കും താല്പര്യമില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുവാൻ അവർക്ക് MBBSനോ എൻട്രൻസിനോ മറ്റുള്ള എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നാം എത്രയോ സമയം ചെലവഴിക്കും. നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നാം അതിനുവേണ്ടി എന്തും ചെയ്യും. ക്ലാസ് കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നാം എല്ലാം ചെയ്യും. പക്ഷേ ഒരു കൂട്ടായ്മ വരുമ്പോൾ, ഒരു പ്രത്യേക മീറ്റിംഗ് വരുമ്പോൾ അവരെ പങ്കെടുപ്പിക്കുവാൻ നാം അത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. കാരണം ഇതിന്റെ ആഴമറിയാത്തത് കൊണ്ടാണ്. സ്തോത്രം. എഞ്ചിനീയറിംഗ് പഠിക്കുന്നതും മെഡിക്കൽ പഠിക്കുന്നതൊക്കെ നല്ലതാ പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഇവിടെ കൊണ്ട് തീർന്നു പോകുന്നതാ. എന്നാൽ അതിനപ്പുറമായി നാം ഏറ്റവും അധികമായി താല്പര്യം കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രചോദനം കൊടുക്കേണ്ടത് അത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മങ്ങൾ അറിയുകയും ഏത് നിലവാരത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്ന അറിഞ്ഞ് വളർച്ച പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇത്തരം ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ പ്രാരംഭത്തിൽ തന്നെ നമ്മുടെ ഫാമിലി കോൺഗ്രസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാനിടയായി തീർന്നു. കാരണം അവർ സ്നാനപ്പെട്ടവരാണ്. അവര് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ശിശുക്കളെ പോലെ ആകുന്ന 30 മേനിയിലേക്ക് വരുന്നുള്ളൂ. 30 മേനി. പഴയ നിയമത്തിൽ 30 മേനി ഉണ്ടായിരുന്നു, 60 മേനി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 30 മേനിയിലുള്ള നിത്യയോഗ്യരായിട്ടുള്ളവരുണ്ടായിരുന്നു, ശ്രേഷ്ഠന്മാരായിരിക്കുന്ന അബ്രഹാമിനെ പോലുള്ളവരുണ്ടായിരുന്നു. 2 കൂട്ടരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആഹാരത്തിനും വിശുദ്ധ സ്ഥലത്തിനും യോഗ്യരായിരിക്കുന്ന വിശുദ്ധന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ 30, 60 മാത്രമല്ല 100 മേനിയുള്ള തികവിലേക്ക് എത്തുന്ന ഒരു കൂട്ടം ജനത്തെ ഈ സുവിശേഷത്തിലൂടെ, ഈ ദൈവരാജ്യത്തിലൂടെ ദൈവം എന്ത് ചെയ്തു? അത് സ്ഥാപിച്ചെടുക്കുവാൻ ഇടയായിട്ടു. അപ്പോൾ പഴയ നിമിത്തം ഇല്ലാതിരുന്നത് 30, 60 മാത്രമേ ഉണ്ടായിരുന്നപ്പോൾ യേശുവാകുന്ന
അതിവിശുദ്ധ കൃപാസനത്തേക്ക് പ്രവേശിക്കുവാൻ കൃപലിരിക്കുന്നവർക്ക് സാധിക്കും. അതാണ് 100% എന്ന് പറയുന്നത്. അപ്പോൾ കൃപയുടെ ആത്മാവിൽ വിശ്വസിക്കുന്ന ഏതിലും നിങ്ങൾ വ്യാപരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രാകാരത്തെയും വിശുദ്ധ സ്ഥലത്തെയും മറികടന്നുകൊണ്ട് നമുക്ക് പ്രവേശിക്കുവാൻ തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ് യേശു തന്റെ ശരീരമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചിന്തപ്പെടുവാൻ ഇടയാക്കുന്നത്. അതുവരെ 100 മേനയിലേക്ക് തികവിലേക്ക് ആർക്കും പോകാൻ കഴിയത്തില്ലായിരുന്നു. പലപ്പോഴും പലരും പറയും തികവിൽ ജീവിക്കാൻ കഴിയത്തില്ല, നമുക്കാർക്കും തികവിലേക്ക് എത്താൻ കഴിയത്തില്ല മനുഷ്യരാണെന്ന് പറയുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഞാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ, ഇഷ്ടപ്പെടുന്നെങ്കിൽ എബ്രായലേഖനത്തിൽ പറയുന്നത് ദൈവം അനുവദിച്ചാൽ നാം അത് ചെയ്യും. എന്താണ് നാം ചെയ്യുന്നത്? 100 മേനി തികവിലേക്ക് വരുവാനിടയാത്തരും. യേശു കർത്താവിന് വരുന്നത്, അവൻ മധ്യാകാശത്തിന് വരുന്നത് 30 മേനിയെ ചേർക്കുവാനല്ല, 60 മേനിയെ ചേർക്കുവാനല്ല. അവൻ വരുന്നത് അവനോട് സദൃശാത്തിരുന്ന, അവന്റെ ശക്തി പ്രാപിച്ച് അനുദിനം അവനോട് അനുരൂപപ്പെടുന്ന അവന്റെ പ്രതിമയാറ്റിരുന്നവരെ ചേർക്കാൻ വേണ്ടിയാണ് യേശു മധ്യാകാശം. അവർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. ഇത് സത്യമാണ്. പക്ഷേ പൊതുവെയുള്ള ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഭയത്തോടെ പറയട്ടെ, അങ്ങനെ എല്ലാവരും പോകത്തില്ല. ഇവിടെ ശേഷിപ്പുണ്ടാകും. മരിച്ചു പോകുന്നവരുടെ ഇടയിൽ 30, 60, 100 മേനിയുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും. ദൈവം അനുവദിക്കുന്ന വർഷം ധാരാളം പറഞ്ഞിരിക്കുന്നത് നാം ആദ്യ വചനത്തെ വിട്ട് പരിജ്ഞാനബുദ്ധി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന വർഷം നാം അത് ചെയ്യും. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവം അനുവദിക്കുന്ന വർഷം ഞാൻ തികവിലേക്ക് എത്തും, ഞാൻ ആ പൂർത്തികളിലേക്ക് എത്തും. നിത്യജീവൻ മാത്രമല്ല, അതിനപ്പുറമായിട്ടുള്ള ഒരു പ്രാകാരം കഴിഞ്ഞ് വിശുദ്ധലം കഴിഞ്ഞ് എനിക്ക് അതിസ്ഥലത്തേക്കുള്ള പ്രവേശനമുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ മൺകൂടാരങ്ങളിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്നത്, നമ്മെ സൗന്ദര്യമുള്ളവരാക്കി തീർക്കുന്നത്, നമ്മെ നല്ലവരാക്കി തീർക്കുന്നത്, സൽഗുണപൂർത്തിയുള്ളവരാക്കി തീർക്കുന്നത്. ദൈവാത്മാവ് വ്യാപരിക്കുമ്പോഴാണ് വചനവും ആത്മാവും കൂടി ഒന്നു ചേർന്ന് കഴിയുമ്പോൾ ഒരുവനെ തികവിലേക്ക് എത്തിക്കുവാൻ ഇടയായിത്തീരും. അതിനുവേണ്ടി ഈ ശ്വാസം വലിക്കുന്നവരെ തികഞ്ഞു നമുക്ക് പറയാൻ കഴിയത്തില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ തികഞ്ഞെന്ന് പറയുന്നില്ല, എനിക്കും അത് പ്രാപിക്കാമോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ള ലാക്കിലേക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ ആഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളാരും തികഞ്ഞവരല്ല, തികവ് പ്രാപിക്കും. ദൈവം അനുവദിച്ചാൽ നാം അത് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവം അനുവദിച്ചാൽ നമുക്ക് തികവിലേക്ക് എത്താം. അത് സാധ്യമായി തീർന്നത് പുതിയ നിയമത്തിലാണ്. അപ്പോൾ പുതിയ നിയമത്തിന്റെ ക്രിസ്തുയേശു മുഖാന്തരമുള്ള വർത്തമാനകാല സുവിശേഷം 30, 60, 100 മേനി വിളയുന്ന ദൈവരാജ്യത്തെയാണ് യേശു കർത്താവ് ഇവിടെ വന്നപ്പോൾ ക്രൂശിലെ രക്തം ചൊരിഞ്ഞ മുഖാന്തരമായി ദൈവരാജ്യത്തിന് പരിവർത്തനം വരുത്തിയത്. അതുവരെയും ശക്തിയില്ലാത്ത ദൈവരാജ്യമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുഖാന്തരമായി അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ ശക്തിയോടുകൂടി ദൈവവചനം പ്രസംഗിക്കുന്നവരുടെ ആ ശക്തിയുള്ള വചനത്തിനകത്ത് ദൈവിക ശക്തി വ്യാപരിക്കുന്നത് കൊണ്ടാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്, ജീവിതങ്ങൾ മാനസാന്തരപ്പെടുന്നത്. ഈ ശക്തി വ്യാപരിക്കുമ്പോൾ മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ദൈവത്തിന്റെ വചനം മനുഷ്യരെ രൂപാന്തരപ്പെടുത്തും. എങ്ങനെ മാനസാന്തരപ്പെടുമെന്ന് അന്നാരും ചോദിച്ചില്ല. എന്താ പ്രസംഗിച്ചെന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുമെന്നായിരുന്നു. എന്നാൽ എങ്ങനെ മാനസാന്തരപ്പെടാമെന്ന് അന്നാരും ചോദിച്ചില്ല, കാരണം അവർക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, മാനസാന്തരപ്പെടുന്നത് ദൈവത്തിന്റെ വചനം നമ്മൾ വ്യാപരിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തി തരുമ്പോൾ, നമുക്കൊരു മനസ്സിലാക്കുകയും പാപിയാണെന്ന് നാം സമ്മതിക്കുകയും ചെയ്യുമ്പോൾ തീരുമാനായിരിക്കുന്ന ദൈവത്തിന്റെയും ആ പാപത്തെ പരിഹരിച്ചു തന്ന് നമ്മളിൽ തരുന്ന സമാധാനത്തെയാണ് പരിശുദ്ധാത്മാവിന്റെ സമാധാനം നൽകുന്നതാണ് കർത്താവ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാകുന്നു. അപ്പോൾ നീതീകരിക്കുന്ന പാപിയായ മനുഷ്യൻ അവർ മനസ്സിലാകുമ്പോൾ, അതേ ലോകത്തോട് വിളിച്ചു പറയുന്ന മനുഷ്യ, ലോകത്ത് ജനിച്ച സകല മനുഷ്യൻ പാപികളാണ്, എല്ലാ മനുഷ്യരും പാപികളാണ്. പാപം ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ലോകത്തിലില്ല. ഒരു അനീതി പോലും ചെയ്യാത്ത ഒരു മനുഷ്യൻ ലോകത്തിലുണ്ടോ? എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാൽ ഈ അനീതിയുള്ള ലോകത്തിൽ നാം പാപികളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നാം അത് എന്ത് ചെയ്തു? യേശുവിനോട് അറിയിച്ചപ്പോൾ അവന്റെ കൃപയാൽ ഞാൻ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ അവൻ നമ്മുടെ പാപത്തെ ക്ഷമിച്ചുള്ളൂ. അതാണ് ദൈവരാജ്യത്തിന്റെ വർത്തമാനകാലത്തിന്റെ നീതീകരണം.
അങ്ങനെ നീതീകരണം ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സമാധാനം ഉണ്ടാകും. ആ സമാധാനമുള്ള കടകളിൽ ദൈവത്തിൽ സ്തോത്രം ചെയ്താട്ട് എന്ന് മരിച്ചാലും എന്റെ പാപം മാറ്റിയതുകൊണ്ട് യേശുവിന്റെ പുണ്യാക രക്തം കൊണ്ട് ഞാൻ കഴുകപ്പെട്ടതുകൊണ്ട് അവൻ എന്നെ ശുദ്ധീകരിച്ചതുകൊണ്ട് അവൻ എന്റെ പാപത്തെ എടുത്തു മാറ്റിയതുകൊണ്ട് പാപഭാരം മാറ്റിയതുകൊണ്ട് എനിക്ക് ഉള്ളിലൊരു സമാധാനമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നതിന്റെ അർത്ഥം മരിച്ച് മണ്ണിലേക്ക് ഉറങ്ങുവാൻ ഈ ശരീരം പോകുമ്പോൾ അതിനുമുമ്പ് ബായി പറയുന്നത് സമാധാനത്തോടെ പോകുവാൻ കഴിയുന്നത് ക്രിസ്തുവിൽ നീതിയെല്ലാം പ്രാപിച്ചവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അല്ലാതെ ഭക്ഷണവും പാനീയവുമല്ല. പണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കൂട്ടായ്മകളുണ്ട്, ഒരുപാട് കാര്യം അവിടെ ഫെലോഷിപ്പ് ആഹാരമാണ്. ഭക്ഷണവും പാനീയവും കഴിച്ച് സന്തോഷിച്ച് പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പുറമെയുള്ള ഭക്ഷണപാനീയങ്ങൾ നമുക്ക് വേണം. എന്നാൽ അതിനപ്പുറമായി നാം സന്തോഷിക്കുന്നത് ഭാവിയായ എന്നെ നീതീകരിച്ചു കുഞ്ഞാടേ എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യുവാൻ, കവല് വീഴുവാൻ, മുട്ടുമടക്കുവാൻ ദിവസങ്ങളിൽ ജീവിതങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ദിവസങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കാൻ പോകുക. യേശുവിനെ സ്നേഹിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അധികം ക്ഷമിച്ചു കിട്ടുക എന്തെയും അധികം സ്നേഹിപ്പാനിടയാക്കരുത്. നമുക്ക് പറ്റിയ കുഴപ്പമെന്നറിയാമോ? ശത്രുവിനെ വഞ്ചിച്ചതിന് കുഴപ്പമെന്നറിയാമോ? ഞാൻ നിങ്ങൾ വലിയ പാപികളല്ല എന്നൊരു മനസ്സിൽ ചിന്ത വന്നിട്ട് യേശുവിനെ സ്നേഹിക്കാണ്ടതുപോലെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. നമുക്ക് പലപ്പോഴും പറയും, പണ്ടും എനിക്ക് ഒരു പാപമൊന്നുമില്ലായിരുന്നു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോ നിന്റെ ക്രെഡിബിലിറ്റി അല്ല, നിന്റെ ഇതല്ല, വളർന്നു വന്ന സാഹചര്യം അനുകൂലമായതുകൊണ്ട് പാപം ചെയ്തില്ലേ ഉള്ളൂ. അതല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാ. എനിക്ക് ലഭിച്ച കുടുംബത്തിന്റെ പശ്ചാത്തലം ഒരുപക്ഷെ അനുകൂലമായതുകൊണ്ട് ഞാൻ പാപം ചെയ്തില്ലായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറ്റൊരാൾ ചേരിയിൽ എവിടെയെങ്കിലും പാപത്തിൻ്റെതായിട്ടുള്ള വസതി ജനിച്ചു കഴിഞ്ഞാൽ അവൻ പാപം ചെയ്യുമ്പോൾ അവനെ നാം കുറ്റപ്പെടുത്താറുണ്ട്, പാപികളാണെന്ന് പറയാറുണ്ട്. എന്നാൽ അതേ സാഹചര്യത്തിൽ ഞാൻ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവനേക്കാൾ വലിയ കുടുംബാവിയായി മാറിയേനെ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് സ്വയമായിട്ടുള്ള ഒരു പാപത്തെക്കുറിച്ച് ബോധമില്ലെങ്കിലും ഞാൻ മഹാഭാവിയായിരുന്നു, എന്നെ ആ ഭാവികളിൽ ഞാൻ ഒന്നാമനെന്ന് പറയുവാൻ തക്കവണ്ണം അവൻ താഴ്ത്തി ഏൽപ്പിച്ചപ്പോഴാണ് യേശുവിനെ അധികമായി സ്നേഹിപ്പാൻ കഴിയുന്നത്. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും വഞ്ചിക്കപ്പെട്ടുണ്ടെങ്കിൽ, ഞാനങ്ങനെ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് മുമ്പ് ഇതുപോലെ കാര്യങ്ങൾ ചിന്താഗതി ഉണ്ടെങ്കിൽ മാറണം കൊണ്ടോ ശത്രു വഞ്ചിച്ചിരിക്കുക, നിനക്ക് യേശുവിനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. കാരണം അധികം ക്ഷമിച്ചു കിട്ടിയവനെ അധികം സ്നേഹിപ്പാൻ കഴിയത്തില്ല. അങ്ങനെയല്ലേ? അധികം ലഭിക്കുമ്പോഴാണ് സന്തോഷിക്കുന്നത്. ഈ രക്ഷയുടെ സന്തോഷം പലപ്പോഴും മറച്ചു വയ്ക്കുവാൻ കാരണം നമ്മുടെ സ്വയത്തിൻ്റെത് വരുന്നത് കൊണ്ടാണ്. ഇന്ന് മനസ്സിൽ ആ പൊയ്മുഖം മാറിപ്പോകണം. ഇന്നത്തെ പേർക്ക് പറയാൻ സാധിക്കും, അതേകത്തായി എന്റെ ക്രെഡിബിലിറ്റി അല്ല, എന്റെ ക്രെഡിറ്റ് അല്ല, എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, ഞാൻ എത്രയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിയമത്തെ പേടിച്ച് നാം ചെയ്യാതിരുന്നതാ. അങ്ങനെ എത്രയോ വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ അവൻ ആശ്രയിച്ചപ്പോൾ ജനമോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് നാശകരമായിരിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ദൈവഭാഗ്യം ചെയ്ത ദൈവരാജ്യത്തിന്റെ ഈ വർത്തമാനകാലത്ത് ദൈവജനമെല്ലാം ഒന്നിച്ച് ദൈവത്തിന് സ്വന്തം ചെയ്താട്ട് യേശുവിന്റെ ശക്തിയുണ്ട്, അവന്റെ പുണ്യായനക്ക് ശക്തിയുണ്ട്, ഒരു ശക്തി കൊണ്ട് നമ്മെ വേർതിരിച്ച് അവൻ നമ്മളെ ശുദ്ധീകരിച്ച് അവന്റെ മക്കളാക്കി തീർക്കുവാൻ, പ്രിയ മക്കളാക്കി തീർക്കുവാൻ നമ്മൾ വ്യാപരിക്കുന്ന യേശുവിന്റെ നീതികളുടെ ശക്തി വ്യാപരിച്ചപ്പോൾ നമ്മളുണ്ടായ സമാധാനം കർത്താവ് പറഞ്ഞു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ തരുന്ന നീതീകരണം ലോകം തരുന്ന നീതീകരണമല്ല. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ ആർക്കും നീതീകരിക്കാൻ കഴിയത്തില്ല. പക്ഷേ കോടതി വേണമെങ്കിൽ ചിലർ വിട്ടയക്കുമായിരിക്കും, അതൊരു നീതീകരണമാണ്, നീതി പ്രവർത്തിയാ. അവർ പറയും ഈ കുറ്റവാളികളെന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ വിടും. എന്നാൽ യേശു പറഞ്ഞു, ഇവിടെയുള്ള കോടതികൾക്ക് ശിക്ഷിക്കുവാനും അവരെ വിടുവിക്കുവാനും ഇവിടുത്തെ നിയമത്തിന് ഇവിടെ നിന്നുള്ള താൽക്കാലികതയുള്ളപ്പോൾ യേശു പറഞ്ഞു, ഞാൻ തരുന്ന നീതീകരണം അത് ആത്മീയ നീതീകരണമാണ്, നിത്യതയുടെ നീതീകരണമാണ്. നിത്യതയുടെ നീതീകരണം ലഭിച്ചതുകൊണ്ടാണ് നാം സന്തോഷിക്കുന്നത്. അത് നിത്യമായിരിക്കുന്ന എന്നിൽ തന്നിരിക്കുന്ന നീതീകരണം അത് ദൈവം ക്ഷമിച്ച ഒരു പാപം പോലും ദൈവം ഓർക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രഹസ്യം പറയണം, യേശു മുഖാന്തരം നമ്മെ ശുദ്ധീകരിച്ചതുകൊണ്ട് നാം ശുദ്ധിയുള്ളവരാകുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കേട്ട വചനം മുഖാന്തരമായി നിങ്ങൾ ആരാണിപ്പോൾ? നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, ക്രിസ്തു യേശുവിന്റെ വചനം നമ്മൾ വ്യാപരിക്കുന്നത് കൊണ്ട്, യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതുകൊണ്ട് നാം ആരാണ്? നാം ശുദ്ധിയുള്ളവരാണ്, നീതീകരണം പ്രാപിച്ചവരാണ്. നീതീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ അവരുടെ അകത്ത് സമാധാനം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയോടെ കിടന്നുറങ്ങാം. ഒരു ദൈവരാജ്യത്തിന്റെ മകനായി വർത്തമാനകാലത്ത് ജീവിച്ചു കഴിഞ്ഞാൽ
എത്ര സന്തോഷമാണെന്നറിയാമോ? ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ സാധിക്കും. നമ്മുടെ മക്കൾ ദൈവരാജ്യത്തിന്റെ മക്കളാണെങ്കിൽ നമുക്കും ധൈര്യത്തോടെ കിടന്നുറങ്ങാൻ കരവുകൾ ദൈവത്തിൽ സ്തോത്രം ചെയ്താട്ടെ. ദൈവം തന്നിൽ സമാധാനത്തിന് സ്തോത്രം ചെയ്യാം. അവരാരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിന്റെ മക്കളായി തീരുവാൻ, നമുക്ക് സ്വസ്ഥതയോടെ ജീവിക്കുവാൻ, സമാധാനത്തിനായിരിക്കാൻ കർത്താവസ്ഥയായിട്ട് അത് കർത്താവ് പറഞ്ഞു. അത് ലോകം തരുന്ന സമാധാനമല്ല, അത് നിത്യസമാധാനമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ തരുന്ന സന്തോഷം അത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷമാണ്. നമ്മെ ആ നിറയിലും കൊണ്ടാണ് ദൈവം എന്തിരിക്കുന്നത്, അഭിഷേകം ചെയ്തതിന്. കാരണം എന്താണെന്നറിയാമോ? നീ ദുഷ്ടതയെ ദീക്ഷിച്ച് നീതിയെ ഇഷ്ടപ്പെടുകയാൽ ദൈവം നിന്റെ ദൈവം തന്നെ നിന്നെ എന്ത് ചെയ്യുന്നു? ആ നിറയിലും കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കും. ക്രിസ്തുവിനുള്ള അഭിഷേകമാണ് നമ്മിൽ പകർന്നിരിക്കുന്നത്. ദുഷ്ടതയെ ദീക്ഷിച്ച് ദുഷ്ടതയെ നീക്കി പാപത്തെ ജയിച്ച ക്രിസ്തുവിന്മേൽ പകർന്നത് ആ ആനന്ദതൈലം കൊണ്ടുള്ള അഭിഷേകമായിരുന്നെങ്കിൽ അതേ അഭിഷേകം ക്രിസ്തുവിൽ പകർന്ന അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് വർത്തമാനകാലത്തിലെ സുവിശേഷീകരണം, വർത്തമാനകാലത്തിലെ ദൈവരാജ്യം ഖഗവിലേക്കുള്ള ശക്തിയുടെ സുവിശേഷമാണ്. പഴയ നിയമത്തിൽ സാധ്യമാകാതെ പോയപ്പോൾ പുതിയ നിയമത്തിൽ സാധ്യമാക്കി തീർത്ത ദൈവത്തിന് കൃപയ്ക്കായി ഞാൻ പകൽ സമയം ദൈവത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുക. ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ എത്രമാത്രം പ്രസംഗിച്ചാലും തീരത്തില്ല. കാരണം ദൈവം എന്നിൽ പകർന്നിരിക്കുന്ന നീതീകരണം, ദൈവം എന്നിൽ പകർന്നിരിക്കുന്ന സമാധാനം, ദൈവം പകർന്നിരിക്കുന്ന സന്തോഷം അത് ലോകത്തിനെടുക്കുവാൻ കഴിയത്തില്ല. ഇവിടെ തിരമാല അടിച്ചു വരാറുണ്ട്, ആരെങ്കിലും വരാറുണ്ട്, പ്രതിസന്ധി വരാറുണ്ട്, ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷേ അകത്തെ മനുഷ്യനെ കുലുക്കുവാൻ പുറമേയുള്ള ഒരു ശക്തിക്കും കഴിയത്തില്ല. നമ്മെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അകത്ത് പകർന്നിരിക്കുന്ന ദൈവിക ശക്തി കൊണ്ട്. ശത്രു പല പ്രാവശ്യം നോക്കിയിട്ടും നീ കുലുങ്ങിപ്പോകാതിരിക്കുന്നത് ദൈവം പറയുന്നു. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മെ നീതീകരിച്ച് ഉറപ്പുള്ള പാറമേൽ നിർത്തിയത് കൊണ്ടാണ് ഞാനും നിങ്ങൾ കുലുങ്ങാതിരിക്കുന്നത്. അകത്ത് പകർന്നിരിക്കുന്ന ആ ശക്തിക്കായി സ്തോത്രം ചെയ്യാൻ ഇന്ന് പുറമേയുള്ള എല്ലാ അനുസമാനിക്കുന്ന സകല വിഷയങ്ങളിൽ അതിജീവിച്ചെടുക്കുവാൻ ഈ ശക്തി അനുദിനം പ്രാപിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ ശക്തി പ്രാപിച്ചവരായി ദൈവത്തിന് വേണ്ടി സാക്ഷ്യ പ്രസ്താവിക്കാൻ ഇടയാത്തവരും അവരാണ്. ഓടി നടന്ന് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ശക്തി ധരിച്ചു എന്നതിന്റെ അർത്ഥം ക്രിസ്തുവിനെ അവർ ധരിച്ചു, ഉയരത്തിന് ശക്തി ധരിച്ചു അല്ലെ? സ്നാനത്ത് നാം ക്രിസ്തുവിനെ ധരിക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ക്രിസ്തുവിനെ ധരിച്ചിട്ടാണ് ഈ വർത്തമാനകാലത്തിലെ സുവിശേഷം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളിലേക്ക് വ്യാപരിപ്പാൻ ഇടയാറ്റിരിക്കുന്നു. ഈ 2025 വർഷത്തിലും കഴിഞ്ഞ ഈ ഇത്രയും ദീർഘവർഷങ്ങളായി ഈ സന്ദേശം വ്യാപരിച്ചിട്ട് ഇതുവരെയും മങ്ങിപ്പോയിട്ടില്ല. കാലങ്ങൾ ചെല്ലുന്തോറും പൈശാചിക സാമ്രാജ്യത്വം അതപ്പതിക്കുകയാണ്. അവന്റെ കൂട്ടത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ, കോടിക്കണക്കിന് ആൾക്കാരെ ക്രിസ്തുവിന്റെ വചനമാകുന്ന ശക്തി കൊണ്ട് പിടിച്ചെടുക്കുന്ന വലയാണ് സുവിശേഷം. അവളിക്കുന്നത് ഇത് കടലിട്ടിരിക്കുന്ന വലയ്ക്ക് സമാനമാണെന്ന്. ഈ വലയിട്ട് കഴിയുമ്പോൾ ഈ വലയ്ക്കകത്ത് വീട് കഴിഞ്ഞാൽ അത് ശത്രുവാക്കുന്ന വല എന്നത് ഭൂമിയാകുന്ന ഈ കടൽ പോലെയുള്ള സമുദ്രം പോലെയുള്ള ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ മനുഷ്യനായിരിക്കുന്നവരുടെ മേൽ യേശുവിന്റെ സഭയാകുന്ന സുവിശേഷത്തിന്റെ ദൈവരാജ്യത്തിന്റെ ആ ശക്തി ആ വല വ്യാപരിച്ചു കഴിയുമ്പോൾ എല്ലാവിധ മീനും പിടിക്കുന്ന ഒരു വലയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനകത്ത് നല്ല നെയ്മീൻ മാത്രമെന്ന് കേരളം ദൈവം പറഞ്ഞിട്ടില്ല. ഒരു ജാതിക്ക് വേണ്ടിയുള്ളതല്ല, ഒരു വംശത്തിന് വേണ്ടിയുള്ളതല്ല, ഒരു ഗോത്രത്തിന് വേണ്ടി. അതേക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ദൈവരാജ്യത്തിനോട് ഉപയോഗിച്ചു അത് കടലിൽ സകലവിധ മീനും പിടിക്കുന്ന വലയോട് സദൃശം പിടിച്ചു വെച്ചിട്ട് നല്ലത് എടുത്തിട്ട് ബാക്കിയെന്തി അത് എരിഞ്ഞുകളെ ലോകാവസാനത്തിന്റെ അവസാനം സംഭവിക്കുന്നതാ. ദൈവപ്പെട്ടവരെ അങ്ങനെ പിടിച്ചിരിക്കുന്ന എന്നെയും നിങ്ങളെയും എരിഞ്ഞുകളയുവാനല്ല, അവനോടുകൂടി ചേർത്ത് കൊള്ളുവാൻ വേണ്ടിയാണ് യേശുവിന്റെ ശക്തി മുഖാന്തരം നമ്മളെ പിടിച്ചിരിക്കുന്നത്. അത് എന്റെ ദൈവം വചനം കൊണ്ട് പിടിച്ചത്, അത് സുവിശേഷം കൊണ്ട് എന്നെ വേർതിരിച്ചത് എന്നെ തള്ളിക്കളയാൻ വേണ്ടിയല്ല, അവനോട് ചേർത്ത് പണിയുവാൻ, അവൻ ജീവനുള്ള കല്ലാതിക്കുന്ന ക്രിസ്തുവിനോട് ചേർത്ത് പണിത് അവന്റെ ആത്മീയ ഗ്രഹമാകുന്ന 100 വേലി വിളയുവാൻ വേണ്ടിയുള്ള ശക്തിയുടെ സന്ദേശമാണ് വർത്തമാനകാല സുവിശേഷം. അത് ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്, ദൈവശക്തിയുടെ സുവിശേഷമാണ്. അത് പൈശാചികളുടെ കോട്ടയിടിക്കുന്നതാണ്, ഏത് ജാതിയെ കോട്ടകളെ വിളിച്ചു മറിക്കുന്നതാണ്. മരണത്തിന് സകല അധികാര ശക്തികളെയും ഇല്ലാതാക്കി അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷം സകല ലോകത്തിനും വ്യാപരിച്ചെങ്കിൽ നിരവസ്ഥകളിൽ അത് പൂർത്തീകരിക്കപ്പെടുവാൻ പോകുകയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ശക്തിയുടെ സുവിശേഷമാണ്. ഒരു നിയമത്തിൽ ഇവിടെ തേജസ് വെളിപ്പെട്ടില്ല. എന്നാൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവരാജ്യം വരുന്നത് കാണുവോളും മരണം ആസ്വദിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ചിലർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഭാവികാല
ദൈവരാജ്യം എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടി മറുമലയിലേക്ക് കർത്താവ് 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി. നമുക്കറിയാം 3 പേരെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന 3 പേരാണ്. അവർ 3 പേരും അവിടെ ആയിരിക്കുമ്പോൾ യേശുവിന്റെ മുഖം എന്ത് ചെയ്തു? അത് തേജസ്രൂപിയായി തീരുവാനിടയാക്കുക. ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ വസ്ത്രം വെള്ളയാക്കുക. നമുക്കറിയാം ആ തേജസ് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇതിന്റെ അർത്ഥം ഈ ജീവനോടിരിക്കുന്ന 3 പേരും മരിച്ചുപോയ ന്യായപ്രമാണത്തിന്റെ ആദ്യ പ്രവാചകരായിരിക്കുന്ന മോശയും അവസാന പ്രവാചകരായിരിക്കുന്ന യോഹന്നാനും അവര് 2 പേരും പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ പറയും ഏലിയാവിലെ വന്നത് ഏലിയാവിലെ വന്നത് യോഹന്നാനെന്നാണ് പറയുന്നത്. എങ്ങനെ ചോദിക്കുമ്പോൾ ഏലിയാവ് വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഏലിയാവ് വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ അത് ആരാണ്? യോഹന്നാൻ സ്നാപകനാകും. അപ്പോൾ ഈ ന്യായപ്രമാണത്തിന്റെ ആദ്യ പ്രവാചകനായിരിക്കുന്ന മോശയും അവസാന പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകനുമാണ് അന്ന് അവിടെ തേജസ്സിൽ പ്രത്യക്ഷപ്പെടുവാൻ ഇടയാത്തതെന്ന്. പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ 5 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. 5 പേര്. അപ്പോൾ ദൈവരാജ്യത്തിൽ ആരൊക്കെ കാണും എന്നുള്ളത് വെളിപ്പെടുത്തുക ചെയ്തത്. അപ്പോൾ ദൈവരാജ്യം എന്നുള്ളത് അത് ശക്തി മാത്രമല്ല, ആ ശക്തിയോടുകൂടി തേജസ് കൂടി ഉണ്ടെന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് അവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ ഇവരവിടെ നിൽക്കുമ്പോൾ യേശുവിന് രൂപാന്തരപ്പെട്ടു തേജസ്സിൽ മരിച്ചുപോയ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുവാൻ ഇടയാത്തത്. അവർ യേശു ക്രിസ്തു വരേണ്ടതായിരിക്കുന്ന കർഷകരെക്കുറിച്ച് അവർ അവിടെ സംസാരിപ്പാൻ ഇടയാറ്റത്. അപ്പോൾ പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ ഒന്നൊന്നായി പറഞ്ഞുകൊണ്ട് ആ മറുമലയിൽ വെച്ച് തനിക്ക് വരാൻ പോകുന്ന കർഷകരെക്കുറിച്ചും പിൻവരുന്ന മഹിമയെക്കുറിച്ചുമുള്ള കാര്യമാണ് മറുമലയിൽ സംസാരിച്ച സമയത്ത് പത്രോസ് പറയുകയാണ്, ഞാനിവിടെ 3 കുടിലുണ്ടാക്കട്ടെ, 1 നിനക്കും, 1 മോശയ്ക്കും, 1 ഏലിയാവിനെന്ന് പറഞ്ഞു. നമ്മൾ വിചാരിക്കും ഈ പത്രോസ് നല്ല ആളായതുകൊണ്ടാണ് എനിക്കൊന്നും ചോദിക്കാത്തതല്ലേ. അതാണ് നമ്മൾ ചോദിച്ചത്. ആദ്യമേ നമുക്കാ ചോദിക്കേണ്ടത് അല്ലേ, എന്തുകൊണ്ടാണ് 3 കുടിലുണ്ടാക്കട്ടെ ചോദിച്ചത്? ഈ 3 കുടിൽ കാണിക്കുന്നത് ദൈവരാജ്യത്തിൽ ആരൊക്കെ കാണും, അല്ലെങ്കിൽ നിത്യതയിൽ ആരൊക്കെ കാണും എന്നുള്ളതിനെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് 3 കുടിലുകൾ പറയുക. അല്ലാതെ ബോധം കിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല ചെയ്തത്. പത്രോസോട് എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവൻ ആത്മദർശനം കണ്ടിട്ടാണ് അവൻ സംസാരിക്കുന്നത്. വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അവൻ മനസ്സിലാക്കി. അപ്പോൾ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചും അപ്പോഴുള്ള കാലത്തെക്കുറിച്ചും വരാനുള്ള കാലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് പത്രോസ് ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ ലഭിച്ചത്. കഴിഞ്ഞുപോയ കാലം എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലായി അവർ മോശയെ കണ്ടിട്ടില്ലായിരുന്നു. മോശയും ഏലിയാവോട് സംഭാഷിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ മുഖത്തുള്ള പരിജ്ഞാനം അവിടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചു. ഇപ്പൊ ക്രിസ്തുവിന്റെ മുഖം തേജസ്സായി കഴിഞ്ഞപ്പോൾ ആ റേഡിയൻസ് ഈ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും ഹൃദയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഭൂതവർത്തമാന ഭാവി കാലത്തേക്കുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്നത്. യേശുവിന്റെ തേജസ്, അവന്റെ വചനത്തിന്റെ ശക്തി നമ്മൾ ഈ ആവരിച്ചെങ്കിൽ മാത്രമേ ഭൂതകാലം എന്തായിരുന്നു, വർത്തമാനകാലം എന്തായിരുന്നു, ഭാവി കാലം എന്താകുമെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇവർക്ക് മനസ്സിലാകാനിടയിൽ അവർ പറഞ്ഞു, ഇത് സംസാരിക്കുന്നത് മോശയാണ്, ഇത് ഏലിയാവാണെന്നുള്ള ഭൂതകാല തിരിച്ചറിവുണ്ടാകും. കർത്താവിനോട് പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലായതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിന്റെ മുഖത്തിലെ പരിജ്ഞാനത്തിന്റെ തേജസ് അവിടെ ഹൃദയത്തിൽ വെളിപ്പെട്ടപ്പോഴാണ് അവർക്ക് ഭൂതവർത്തമാന ഭാവി കാലങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർ പറഞ്ഞു. ഇപ്പോൾ നാം ഇവിടെ ഇരിക്കുന്ന നല്ലത്, ഞങ്ങൾ വരും കാലത്തേക്ക് വേണ്ടി 3 കുടിലുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് വേണ്ടെന്ന് പറഞ്ഞില്ല. അന്ന് അവൻ പറഞ്ഞത്, ഞാൻ പ്രാകാരത്തിലേക്കും ഞാൻ വിശുദ്ധ സ്ഥലത്തിലേക്കും അതിവിസ്ഥലത്തിലേക്കും 3 കുടിലുകൾ ഉണ്ടാക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ സുവിശേഷം അറിയിക്കുന്നതിന്റെ അർത്ഥം പറഞ്ഞത് ഞാൻ 3 കുടിലുണ്ടാക്കാം. അതിന്റെ അർത്ഥം ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ലഭിച്ച പത്രോസ് പറയുക, എന്നിൽ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് എനിക്ക് കാഴ്ചപ്പാടുണ്ട്, 3 കുടിലുകൾ ഉണ്ടാക്കാനുള്ള കാഴ്ചപ്പാടുണ്ട്. അത് ഈ മാനവംശത്തിൽ നിന്ന് 3 തരത്തിലുള്ള ആൾക്കാരെ വേർതിരിച്ചെടുത്ത് അവർക്ക് വേണ്ടി കുടിലുകൾ ഉണ്ടാക്കാനുള്ള കാഴ്ചപ്പാടാണെന്ന് അവിടെ പത്രോസ് വിളിച്ചു പറഞ്ഞത്. കർത്താവിനെ എതിർത്തില്ല. കർത്താവ് പറഞ്ഞില്ല വേണ്ടത്. എന്നാൽ ഒന്ന് നിനക്ക് എന്ന് പറഞ്ഞതിന്റെ അകത്ത് ഞാൻ പറഞ്ഞത് 3 കുടിലുകൾ 3 നിരയിലുള്ള ആൾക്കാരെ കാണിക്കുന്നു, 3 സ്ഥലത്തെ കാണിക്കുന്നു, പ്രാകാരത്തെ കാണിക്കുന്നു, വിശുദ്ധലത്തെ കാണിക്കുന്നു, അതിവിശുദ്ധലത്തെ കാണിക്കുന്നു. അപ്പൊ മോശക്കൊന്ന് എന്ന് പറഞ്ഞിട്ടാണ് അത് വിശുദ്ധലത്തെ കുറിച്ചും അത് ഏലിയാവൻ എന്ന് പറഞ്ഞത് അത് നിത്യതയിലുള്ളവരെ കുറിച്ചും ഈ ക്രിസ്തുവിനുള്ളതെന്നുള്ളത് അവന്റെ മനവാട്ടി സഭയുള്ള ബന്ധത്തിൽ അവന്റെ ശരീരം അവനോട് ചേരുന്ന ബന്ധത്തിലുമാണ്. അപ്പൊ പ്രാകാരം, വിശുദ്ധലം, അതിവിശുദ്ധലം എന്നുള്ള അതനുസരിച്ച് മന്ദിരമായിരിക്കുന്ന ക്രിസ്തുവോട് ചേരുവാനുള്ളവരെയാണ്
ക്രിസ്തുവിൽ ഒരു കുടിലെന്ന് പറഞ്ഞിരിക്കുന്നത്. അവന് കുടിലേക്ക് വെച്ച കാഴ്ചപ്പാട് കിട്ടിയത്. അപ്പോൾ അഭിഷേകം വന്നില്ല, പരിശുദ്ധാത്മാവ് വരുന്നില്ല. പക്ഷെ എന്നാൽ കാഴ്ചപ്പാട് ചില മങ്ങൽ പോലെ കിട്ടി, കുടിൽ പോലെ അവന് മനസ്സിലായി. എന്നാൽ അത് പണിയപ്പെടാൻ പോകുന്ന സ്വർഗീയ യേശുവിന്റെ കാഴ്ചപ്പാട് അവിടെ കിട്ടിയത്. സ്വർഗീയ യേശുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ പ്രാകാരമില്ല, പുതിയ ആകാശം പുതിയ ഭൂമി പ്രാകാരമായിരിക്കും. എന്നാൽ സ്വർഗീയ യേശുവിൽ അവിടെ വിശുദ്ധനവുമുണ്ട്, അതിവിശുദ്ധനവുമുണ്ട്. അതേക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഈ മൂന്ന് കുടിലുള്ള ബന്ധത്തിൽ. അപ്പൊ ഞാൻ ചോദിക്കും, എങ്ങനെയാ ഈ മോശയുടെ വിശുദ്ധനവും യോഹന്നാന്റേത് കണ്ട, അല്ലെങ്കിൽ ഏലിയാവ് കണ്ട അത് പ്രാകാരത്തിലുമാണെന്ന് എങ്ങനെയാണ് നമ്മൾ തെളിയിക്കുന്ന ചോദ്യം വരുമല്ലേ? ഞാൻ ചോദിക്കാം. ക്രിസ്തുവിനുള്ളതെന്നുള്ളതും ആർക്കാർക്ക് സംശയമില്ല. ക്രിസ്തുവിനുള്ള തികവുള്ളവരാണ്, തികവ് പ്രാപിക്കുന്നവരാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, എനിക്കും ഇവർക്കും വേണ്ട, പക്ഷേ നിനക്കുള്ളതിനകത്ത് ഞങ്ങളുണ്ട്. സ്തോത്രം. ക്രിസ്തുവിനുള്ളതിനകത്ത് ഞങ്ങളുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവ്. അപ്പോൾ നിനക്കുള്ളതിനകത്ത് ആരുണ്ട്? തികവ് പ്രാപിക്കുന്ന അപ്പോസ്തലന്മാരുണ്ടെന്ന് അവർക്ക് കാഴ്ചപ്പാട് ലഭിച്ചു. ഇന്നിവിടെ എത്രയൊക്കെ സാധിക്കും? നമ്മളൊക്കെ കുടിലുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ചില കുടിലുകൾ ഉണ്ടാക്കി ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാം ഓടി നടക്കുക. വെറുതെ പകൽ സമയം കാഴ്ചപ്പാട് കിട്ടണം. ഇവിടുത്തെ കുടിലല്ല, ക്രിസ്തുവല്ല, അവനോട് ചേരുവാനുള്ള ആ അതിവിശലമായിരിക്കുന്ന മന്ദിരത്തോട് ചേരുവാനുള്ള തികവിലേക്ക് എത്തുവാനുള്ള പദവിയാണ് ദൈവം തന്റെ തികവ് പ്രാപിക്കും ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത് എന്ന് പകൽ സമയം ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് മാറ്റമുണ്ടാകണം. ദൈവം എന്നെ കണ്ടിരിക്കുന്നത് ആത്മീയമായി പിതാവാം ദൈവം വസിക്കുന്ന പുത്രനാകുന്ന ജീവനുള്ള കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന ആത്മീയത്തിന് ഭാഗമായി തീരുവാൻ വേണ്ടിയുള്ളതാണ് ക്രിസ്തുവിനുണ്ടാക്കുന്ന കുടി എന്ന് പറയുമ്പോൾ അതിനുള്ള കാഴ്ചപ്പാടാണ്. അന്ന് സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തു മരിച്ചടക്കപ്പെടുന്നതിന് മുമ്പായി കുടിലായി തോന്നിയെങ്കിൽ അതിനെ വർത്തമാന കാലത്തിലൂടെ, അത് ഭാവി കാലത്തിലൂടെ നിത്യത്തിലേക്ക് വരുമ്പോൾ അതിന് തികവിലേക്ക് എത്തിക്കുമെന്ന് ഇനി ആത്മാവിൽ ദൂതറിയിക്കുക. അന്ന് ദൈവരാജ്യം ശക്തിയോടെ അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ കാഴ്ചപ്പാടുണ്ടാകും. അവിടെ എത്തുന്നു. ദൈവരാജ്യം എന്നുള്ളത് ഭക്ഷണമല്ല, ഭാര്യയുമല്ല, അത് ഭക്ഷണവും ഭാര്യയുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷമാ. വിത്ത് വിതച്ചു കഴിയുമ്പോൾ 30, 60, 100 നേടികളയുന്ന ആ 3 ഗ്രൂപ്പിൽപ്പെടുന്ന ആൾക്കാർ ഉണ്ടാകുമെന്നുള്ള കാഴ്ചപ്പാടാണ് അവിടെ വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകർച്ചവും ഞാനും നിങ്ങളും ഏതറ്റം വരെ പോയി, എവിടം വരെ ആയിപ്പോയി എന്നുള്ളത് ചിന്തിക്കുന്നുള്ളതാ. ചിലരൊക്കെ വളരെ സുഭിക്ഷമായി ഉറങ്ങുകയാ. ദിവസം വിചാരിക്കുന്നത് തികഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടാ. പണ്ട് ആമയും മുയലും തമ്പി ഓടിയത് പോലെയാ. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഒരുപാട് ശക്തിയുള്ളവരാണെന്ന്, എന്തൊക്കെയോ നേടിയവരാണെന്ന്. കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി എന്ന് വിചാരിക്കും. പക്ഷേ ആമയ്ക്ക് സ്പീഡ് കുറവാണെങ്കിലും അതിന്റെ ഒരു ഓടിത്തേക്കിടയത്ത് ഞാൻ പറഞ്ഞത്, ഈ മുമ്പിലോടിയിട്ട് ഈ ദിവസങ്ങളിൽ പതിയെ കിടക്കുന്ന ജീവിതങ്ങളോട് ദൈവം പറയുക, ഓട്ടം നിർത്തരുത്, ആ ഫിനിഷിംഗ് പോയിന്റ് എത്തുവോളം ഞാനും നിങ്ങളും ഓടണം. ഉറങ്ങിപ്പോയ ക്രിസ്ത്യാനി വിശ്വാസി ദിവസങ്ങളിൽ നാം ഉണരണമെന്നാണ് ദൈവം പറയുന്നത്. നിങ്ങൾ ഉണരുന്നില്ല എങ്കിൽ എന്ത് സാധിക്കത്തില്ല, നമുക്ക് പ്രാപിപ്പാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ ഒരുപാട് ഏതൊക്കെ ചെയ്തു, നമ്മളേതൊക്കെയോ ചെയ്തു കൂട്ടുന്ന ചിന്ത വേണ്ട. എപ്പോഴും പറഞ്ഞ കർത്താവേ, എനിക്കാകേണ്ടതുപോലെ ആകുവാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് ആകേണ്ടതുപോലെ ആകുവാൻ കഴിഞ്ഞിട്ടില്ല. ആ കർത്താവോട് ചോദിച്ചു, ദൈവരാജ്യത്തിൽ ആരാണ് വലിയവനെന്ന് ചോദിച്ചു. അഥവാ ആരാണ് വലിയ? കർത്താവ് പറഞ്ഞു, തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവനാണ്. എന്നാൽ സമയം പ്രിയപ്പെട്ടവരെ, എത്രമാത്രം താഴ്ത്തുവാൻ കഴിയുമോ അവനായിരിക്കും ഏറ്റവും ഉന്നതനായിത്തീരുന്നത്. അപ്പോൾ എത്രമാത്രം താഴുവാൻ കഴിയും നമുക്ക്? ദൈവത്തിൽ നമ്മൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം. കർത്താവേ, എനിക്കൊന്നുമാകുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ ക്ലാസ് മുഖാന്തരമായി സമർപ്പണം ഉണ്ടാകണം. ഇവിടെ കൊണ്ട് മാത്രം തീർന്നു പോകരുത്. അതേ, ഒന്നുമായിട്ടില്ല കർത്താവേ, എനിക്കാകേണ്ടതുപോലെ ആകുവാൻ കഴിഞ്ഞിട്ടില്ല കർത്താവേ. ആ തികവിലേക്ക് എന്നെ എത്തിക്കുവാൻ അതിലേക്ക് കൃപ തോന്നണമേ എന്നുള്ള വലിയൊരു ആത്മാർത്ഥമായ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം. തികഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് ഉത്സവപ്പെട്ട് കിടന്നുറങ്ങരുത്. ദിവസം ഉണർന്നെഴുന്നേൽക്കണം. യേശു കർത്താവ് വരവായതുകൊണ്ട് അവന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഇങ്ങനെ പോയാൽ പോരാ. ദിവസം നാം എന്ത് ചെയ്യണം? നാം ഉണർവുള്ളവരായിരിക്കണം. ആത്മാവിൽ ഉണർവുള്ളവരായി ആത്മാവിന്റെ ശക്തിയോടെ ആത്മീയ എരിവോടെ നാം എന്ത് ചെയ്യണം? ദിവസങ്ങളിൽ യേശുവിനെ സേവിക്കണം. ആത്മാവിൽ എരിവുള്ളവരായി, അത് തീക്ഷ്ണതയുള്ളവരായി ക്രിസ്തുവിന് വേണ്ടി ദിവസങ്ങളിൽ നാം ശോഭിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു യേശുവിന്റെ ആത്മാവിനെ നമ്മളിൽ പകർന്നിരിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തമുഖാന്തരം ശക്തി മുഖാന്തരമായി നീതികൾ നമുക്ക് ഈ പുതിയ നിയമത്തിലെ ഈ പുതിയ നിയമത്തിന്റെ കൃപായുഗത്തിലെ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ കൃപയുടെ ആത്മാവിലുള്ള സുവിശേഷം അറിയിച്ചുകൊണ്ട് അനേകരെ ദിവസങ്ങളിൽ ഉന്നതന്മാരാക്കി തീർക്കുവാൻ, ഉയരത്തിലേക്ക് കൊണ്ടുപോകുവാൻ, സ്വർഗീയ സിംഹാസനം ഓമരിക്കാരാക്കി തീർക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വലിയ പദവി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്
ദിവസങ്ങളിൽ ആരും പിന്മാറിപ്പോകരുത്. നമ്മളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതിരിക്കരുത് എന്നുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? അവർ പ്രാപിക്കണമെന്ന്. അവർ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാ. ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാരും കർത്താവെ തള്ളപ്പെട്ടു പോകരുത്. അവരൊക്കെ എന്ത് ചെയ്യണം? തെരുവ് പ്രാപിച്ച് യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ വേണ്ടി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുവാൻ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതിൽ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതിൽ, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ പ്രാർത്ഥനയായിരിക്കണം. കർത്താവേ, വല്ലവരേര് എന്റെ കൂടി, എന്റെ പ്രിയപ്പെട്ടവരെ കൂടി, ഞങ്ങളെ കൂടി അങ്ങയുടെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ അങ്ങേക്ക് പ്രസാദമുണ്ടാകണമേ എന്ന് ദിവസവും പ്രാർത്ഥിച്ചു തുടങ്ങി ദൈവം വലിയ ചെയ്യുന്നതിന് ആത്മാവ് വിളിച്ചു പറയുകയാണ്. നമുക്ക് ചില കാഴ്ചപ്പാടില്ല, പലപ്പോഴും മറന്നു പോകുന്നവരാ. എന്നാൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് മറന്നു പോകുവാൻ പാടില്ല. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പല വേദികളിലും ഓർപ്പിച്ചുണർത്താറുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യകരമായ കാര്യം രക്ഷിക്കപ്പെടുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതേ കർത്താവേ, ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നത് 1000 കോടിയോ 2 കോടിയോ 3000 കോടിയോ ഈ ലോകത്തിന് എന്തെങ്കിലും കൊടുത്താൽ താൽക്കാലികമാ. എന്നാൽ ഒരു മനുഷ്യനെ രക്ഷിക്കപ്പെടുത്തുവാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ, ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നീതിയായി കണക്കിടുവാനിടയത്തൊരു പ്രതിഫലം കിട്ടുമ്പോൾ അവിടെ നമുക്കത് ദൈവത്തിൽ നിൽക്കുവാൻ കഴിയുന്നതുകൊണ്ട് ഇതുവരെ ദൈവത്തിൽ പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ ഈ ക്ലാസ് മുഖാന്തരമായി, ഇവിടെ വന്നത് മുഖാന്തരമായി ഒരു മാറ്റം ഒരുപക്ഷെ സുരക്ഷിതം അറിയിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം, ഒരുപക്ഷെ പോകുവാൻ കഴിയത്തില്ലായിരിക്കാം. എന്നാൽ നീ കരം കൊടുക്കുന്ന ഒരു വ്യക്തി, ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ പോകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അടുത്തിരിക്കുമ്പോൾ അവരാരും അറിയാതെ നിനക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? എന്റെ ദൈവമേ, എന്നോട് കൂടി നിന്ന് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കണമേന്ന് നീ ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി. അവരെ എവിടെയെങ്കിലും വെച്ചാൽ, അവരെ എവിടെയെങ്കിലും വെച്ച് ദൈവത്തെയും രക്ഷിച്ചെടുക്കുവാനേ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ ദൈവത്തെയും സാധിപ്പിക്കും. ദൈവം സാധിക്കും. നമുക്ക് എല്ലാവരും സൂക്ഷിച്ച് പറയാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ ദേശത്ത് വരുമ്പോൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം, ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നാം ഇപ്പോൾ സമയം ചെലവഴിക്കാറുണ്ട്. നമ്മൾ യാത്രകളൊക്കെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഏറെ നല്ലതായിരിക്കും. ദൈവശക്തി വ്യാപരിച്ചു കഴിയുമ്പോഴാണ് ദൈവിക രാജ്യത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള സന്ദേശം അറിയിക്കുവാൻ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം നമുക്ക് നൽകുന്നത്. അതില്ലെങ്കിൽ മന്ദീഭവിച്ചു പോകും. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തെ കുറിച്ച് പറയാനുള്ളത്, സ്ഥാനം കിട്ടുവാൻ കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് സ്ഥാനത്തിന് വേണ്ടിയുള്ള കടിപിടിയാണ് നടക്കുന്നത്. അതെ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ വടക്കിന്റെ സ്ഥലങ്ങളിൽ അവിടെ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിൽക്കാൻ കഴിയട്ടെ. അവിടെ ആർക്കും പ്രസിഡന്റ് ആകണ്ട, അവിടെ ആർക്കും സെക്രട്ടറി ആകണ്ട, അവിടെ ആർക്കും കമ്മിറ്റി മെമ്പർ ആകണ്ട. എന്നാൽ ഇവിടെ എല്ലാം കുഴപ്പമില്ലാത്തതുകൊണ്ട് സ്ഥാനമഹിമകൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ എന്ന് പരസ്യമെന്നും അതൊക്കെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മളിൽ പകർന്നിരിക്കുന്ന ശക്തി ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നിർവഹിക്കുക. നമ്മളിൽ പകർന്നിരിക്കുന്ന ശക്തി മറ്റുള്ളവരെ സുശിക്ഷിക്കുകയും അവരെ ദൈവങ്ങളിലേക്ക് കൊണ്ടുവരെ പ്രാർത്ഥിക്കാനുള്ള കുറവോടെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും ഉപരിയായി നാം ഓരോരുത്തരും അനുകൂലം പണിയപ്പെടുവാൻ വേണ്ടിയാണ് ഈ ശക്തിയുള്ള സുവിശേഷം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിക്കുന്നത് ശക്തിയുടെ ഉയർപ്പിന്റെ പുനരുത്ഥാനത്തിലാണ്. ആ ശക്തിയാണ് ഇവിടെ ഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു മുഖാന്തരമായി മരണത്തെ ജയിച്ചുയർത്തിയ ക്രിസ്തു അവൻ പുനരുത്ഥാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് നിങ്ങൾ കാത്തിരിക്കണം, എന്നെ ഉയർപ്പിച്ചവന്റെ ശക്തി, അതേ ശക്തി നിങ്ങളിലും വ്യാപരിപ്പാനിടയാക്കിരും. അത് വ്യാപരിച്ചു കഴിയുമ്പോൾ അനേകരെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ഉള്ള ശക്തി പകരപ്പെടുവാൻ ഇടയാക്കിരുമെന്ന് ദൈവം അവിടെ ഉത്ബോധിപ്പാനായിട്ടുണ്ട്. മുഖാന്തരമാണ് രാജ്യരാജ്യങ്ങളിലായി ദേശദേശങ്ങളായി അനേക സ്ഥലങ്ങളിലായി എല്ലാം എതിർക്കുമ്പോഴും ഈ ലോകത്തിന്റെ സർവശക്തി എതിർക്കുമ്പോഴും സുവിശേഷം അജയ ശക്തിയായി മുന്നോട്ട് പോകുവാൻ കാരണമായി തീർന്നത് ഈ പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിക്കുന്നത് കൊണ്ടാണ് ദൈവരാജ്യം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അധികം താമസിക്കത്തില്ല, അധികം മുൻപോട്ട് പോകത്തില്ല. കാലലക്ഷങ്ങൾ കാണിക്കുന്നത് ഈ സുവിശേഷത്തിന് വാതിലറിയാൻ പോവുകയാണ്. അത് ഇവിടെ പൈശാചികൾ അറിയാൻ പോവുകയാണ്. എന്നാൽ അവസാനം വരെയും കർത്താവിന് വരെയും കൈത്തിരിവട്ടം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സുവിശേഷ വക്താക്കൾ ലോകത്തുണ്ടായിരിക്കും, ഇസ്രായേൽ ലോകത്തുണ്ടായിരിക്കുമെന്ന് ചരിത്രം ദൈവത്തിലൂടെ നമ്മോട് സാക്ഷീകരിക്കുകയാണ്. അവിടെ പ്രിയപ്പെട്ട ഒരു വർത്തമാനകാലത്തിൽ നാം ദൈവത്തിന് വേണ്ടി ശക്തിയോടെ ഈ ദിവസങ്ങൾ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. വർത്തമാനകാലത്തിൽ ഞാൻ നിങ്ങളും നമുക്ക് ലഭിക്കുന്ന ആയുസ് ദിവസങ്ങളിൽ എങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം, എങ്ങനെ ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്നുള്ളതായിരിക്കും. അപ്പോൾ കർത്താവ് പുതിയ ദൈവത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ പറയാതെ ഈ സുവിശേഷം പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞത് എന്താണ് സഭ എന്നുള്ളത് കർത്താവ് അവിടെ പുനരുത്ഥാന ശേഷം പറഞ്ഞു, നിങ്ങൾ
സാക്ഷികളായിത്തീരും. ഈ ശക്തി ലഭിച്ചിട്ട് ലോകത്തിന്റെ എല്ലാ അറ്റത്തോളം പോയി സകല ജാതികളെ എന്ത് ചെയ്യണം? ശിഷ്യരാക്കിക്കൊണ്ട് ദൈവസഭയുടെ കല്ലുകൾ ചേർത്ത് പണിയണം. കഥ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല. അപ്പോൾ ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനക്കല്ലായിട്ടത് അത് ആദത്തിലായിരുന്നെങ്കിൽ ദൈവസഭയുടെ അടിസ്ഥാനക്കല്ലായി ഇട്ടിരിക്കുന്നത് നാസനായിരിക്കുന്ന യേശുവിനെയാണ്. മരണത്തെ ജയിച്ചുയർത്തുകേറ്റ ക്രിസ്തു എന്ന അടിസ്ഥാനക്കല്ലിന്മേലാണ് ദൈവസഭ പണിയപ്പെടുന്നത്. എന്നാൽ ദൈവരാജ്യം പണിയപ്പെട്ടത് അത് ആദമെന്ന വ്യക്തി എന്നാൽ ആണ്. മനുഷ്യന്റെ അടിസ്ഥാനക്കല്ലായിട്ടെങ്കിൽ ഒരു നിയമത്തിൽ ഈ ശക്തിയുടെ സുവിശേഷത്തിന്റെ വ്യാപാരം ഉണ്ടാകുന്നത് സഭയോട് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നത് ക്രിസ്തു എന്ന അടിസ്ഥാനക്കല്ല്. പിതാവാം ദൈവം 2000 വർഷം മുമ്പ് അവരെ ഭൂമിയിലേക്ക് അയച്ചത് അവൻ മരണത്തെ ജയിച്ചുയർത്തിയിട്ട് ദൈവസഭയുടെ അടിസ്ഥാനക്കല്ലായി തീരുവാൻ, കോണസ്റ്റോണായി തീരുവാൻ അവനെ ഭൂമിയിലേക്ക് അയച്ചു. ആ ശക്തിയാണ് വ്യാപരിച്ചുകൊണ്ട് നിർജീവമായി കിടക്കുന്ന, പാഴായി കിടന്ന, ഒന്നിനും പ്രയോജനമില്ലാതിരുന്ന വെറും പറമ്പിൽ കിടന്ന കല്ലുകളായിരിക്കും, നിർജീവമായിരിക്കുന്ന കല്ലുകളെ അവനോട് അടുപ്പിച്ച് ജീവനുള്ള കല്ലുകളാക്കി തീർത്ത് അവനോട് ചേർത്ത് പണിയുന്ന ആത്മീയമായി ചേർത്ത് പണിത് ദിവസങ്ങളുടെ തികവിലേക്ക് എത്തുവാൻ പോകുന്നത് കൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പറയണം, വർത്തമാന കാലത്തിൽ ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്ന, മൂലക്കല്ലോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവനുള്ള കല്ലാണെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യ മുഖാന്തരമായി ഈ കല്ലുകൾ ചേർത്ത് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഭാവികാല കാര്യത്തെ കുറിച്ച് ഞാൻ വേഗത്തിൽ പറയാം. ഭാവികാല രാജ്യം, ഭാവികാല ദൈവരാജ്യത്തെ കുറിച്ച് കഥ പറഞ്ഞിരിക്കുന്നത് അത് എന്താകുന്നു എന്നുള്ളത് വ്യക്തമായി വെളിപ്പെടും. ഭാവികാലം എന്നാണ് ഈ വർത്തമാനകാല സുവിശേഷം പൂർത്തീകരിക്കപ്പെടുമെന്ന് ചോദിച്ചാൽ, അപ്പോ വർത്തമാനകാലത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണം മുഖാന്തരമായി സ്ഥാപിതമായിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തിയുള്ള ദൈവരാജ്യത്തിന്റെ വ്യാപാരം അത് സഭയിലൂടെ വ്യാപരിച്ച് അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ ഈ വർത്തമാനകാല സുവിശേഷം ഇവിടെ ഉണ്ടായിരിക്കും. കർത്താവിന്റെ സഭ എടുക്കപ്പെടുന്നതോടുകൂടി ഇവിടുത്തെ പരിപാടി തീർന്നു പോകത്തില്ല. കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ അർത്ഥം ദൈവത്തോട് പറഞ്ഞതല്ല, ഇസ്രായേലിനോട് പറഞ്ഞതല്ല. അപ്പോൾ ദൈവത്തിന്റെ സഭ മധ്യാകാശവാദികൾ കഴിവുള്ളവർ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ശേഷിപ്പുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അവര് ഇവിടെ കാണും ആ സുവിശേഷത്തെ കൈത്തിരിവക്കം പിടിക്കുന്ന അവസാനം കൈവിളക്കേണ്ടുന്ന ആ കന്യകമാർ വരെ ഈ ലോകത്തുണ്ടായിരിക്കും. അവിടെ കഥ പറഞ്ഞത് അത് കല്യാണ സദ്യക്ക് എന്ന് വാതിൽ അടയ്ക്കുന്നവരെ സുവിശേഷത്തിന്റെ വാതിൽ തുറന്നിരിക്കും. വാതിൽ തുറന്നത് കർത്താവാണ്. ലോകയുടെ പെട്ടകത്തിന്റെ വാതിൽ ദൈവം തുറന്ന് 8 പേർ കയറിയപ്പോൾ ദൈവം പെട്ടകം അടച്ചുവെങ്കിൽ കഴിഞ്ഞ 2000 വർഷമായി ദൈവരാജ്യമാകുന്ന ശക്തിയുടെ സുവിശേഷം അത് ഘോഷിക്കപ്പെട്ട് വാതിൽ തുറക്കപ്പെടുവാനായിട്ട് വന്നു. ദൈവസ്വർവാതിൽ തുറന്നു കിടക്കുകയാണ്. ഏത് ഗോത്രത്തിൽ ഏത് വംശം ആർക്കും മാനസാന്തരപ്പെട്ട് പാപത്തെക്കുറിച്ച് മാനസാന്തരമുണ്ടായി ദൈവം വരുന്നവർക്ക് ഇതിൽ അംഗമായി തീരുവാൻ സാധിക്കും. അതിന്റെ അവസാന ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് മണവാളൻ വന്നവരോടുകൂടെ എല്ലാവരും പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് ആർക്കും പ്രവേശിപ്പാൻ കഴിയത്തില്ല. അതുവരെ സുവിശേഷത്തിന്റെ വക്താക്കൾ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ആത്മാവിൽ നിന്ന് പകൽ സമ്മേളിച്ച് പറയുക. അപ്പോൾ ഭാവികാല സുവിശേഷം, ഭാവികാല ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അത് പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് ദൈവരോട് പറയാൻ ഭാവികാല കുറിച്ച് പറയുമ്പോൾ അത് ഭാവികാല ദൈവരാജ്യം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്തായി സുവിശേഷം 24-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. മത്തായി 24-ാം അധ്യായം 30-ാം വാക്യം, ലൂക്കോസിന്റെ 21-ാം അധ്യായം 31-ാം വാക്യം, ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 27 ഈ വാക്യങ്ങൾ വായിക്കാം. 24-30 ഒരാൾക്ക് വായിക്കാം. അപ്പോൾ മനുഷ്യപുത്രൻ ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരും. മതി. ഞാനിവിടെ എന്താണ് വ്യത്യാസം കാണിക്കാൻ? അപ്പോൾ വർത്തമാനകാല സുവിശേഷം ശക്തിയുള്ളതാണ്. എന്നാൽ ഭാവികാല ദൈവരാജ്യത്തിൽ മഹാശക്തിയും എന്തുണ്ട്? ഇതിനെ തേജസ്സോടും കൂടിയാണ് വെളിപ്പെടുന്നത്. അപ്പോൾ കർത്താവ് ഒന്നാമത് വന്നത് തേജസ്സില്ലാത്തവനായിട്ട് വന്നു. എന്നാൽ യേശുവിനെ രണ്ടാമതോടെ ലോകത്തിൽ വരുന്നത് അഥവാ ഭാവികാല ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അത് സ്ഥാപിതമാക്കുവാൻ ക്ഷണികമായ
ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി യേശു വരുന്നത് തേജസ്സോടുകൂടിയാ വരുന്നത്. അവൻ തേജസ്സോടും ശക്തിയോടും കൂടെ വരും. എന്നാൽ വർത്തമാനകാലത്തിൽ തേജസ്സുണ്ടോ? നമുക്ക് വെളിയിൽ കാണാൻ കഴിയത്തില്ല. നമുക്കെല്ലാം അകത്ത് ദൈവം തന്നെ തേജസ്സുണ്ട്, മൺകുളത്തിനകത്ത് നിന്നിരിക്കുക. എന്നാൽ ഭാവി കാലത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു വരുന്നത് അവൻ മഹാശക്തിയോടും തേജസ്സോടും കൂടിയാണ് വരുന്നത്. പുതിയ നിയമത്തിൽ അത് വചനങ്ങൾക്കെല്ലാം വളരെയധികം അർത്ഥമുണ്ട്. ഓരോ വാക്കുകൾക്കും അർത്ഥമുണ്ട്, മാറിപ്പോകത്തില്ലൊന്നും. അപ്പോൾ വർത്തമാനകാലത്തിൽ ശക്തിയോടും തേജസ്സോടും കൂടെ വന്നില്ല. കാരണം യേശു വന്നത് എങ്ങനെയാ? അവൻ ശക്തിയോടെ വന്നു, പക്ഷെ അവന്റെ തേജസ് എന്ത് ചെയ്തു? ഒഴിഞ്ഞു വെച്ചിട്ടാ വന്നത്. എനിക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഭാവി കാലത്തിൽ യേശു വരുന്നത് എത്ര അർത്ഥവത്തായ കാര്യമാണെന്നറിയാവോ? വെറുതെ കുറെ ദൈവരാജ്യം പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ കുറെ സ്വർഗരാജ്യം പറഞ്ഞിട്ട് കുറെ കാണാതെ കുറെ വാക്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് അതിൽ മറഞ്ഞിരിക്കുന്നത് മനസ്സിലാകണം. അപ്പോൾ പഴയ നിയമത്തിലുണ്ടായിരുന്ന ദൈവരാജ്യത്തിൽ ശക്തിയില്ലാത്തതായിരുന്നു, അത് ബലഹീനമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ശക്തിയുള്ളതാണ്, വർത്തമാനകാലത്ത് ശക്തിയുള്ളതാണ്. എന്നാൽ ഇനിയും വരാൻ പോകുന്ന ഭാവി കാലം അത് എന്താണ്? അത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശക്തിയോടും തേജസ്സോടും കൂടി വെളിപ്പെടുന്നതാണ്. അതാണ് 1000 ആണ്ട് വാഴ്ചയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ഭാവികാല ദൈവരാജ്യം. അപ്പോൾ ഭാവികാല ദൈവരാജ്യം അത് തേജസ്സുള്ളതാണ്. ഭാവികാല ദൈവരാജ്യം അത് ശക്തിയുള്ളതാണ്. അപ്പോൾ ക്രിസ്തു യേശു അവൻ ശക്തിയോടെയാണ് പുതിയ നിയമത്തിൽ വന്നെങ്കിൽ ഇനി അവൻ വെളിപ്പെടാൻ പോകുന്നത് എങ്ങനെ വരുന്നത്? അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ, മാറ്റി പറഞ്ഞാട്ട് അവനോടുകൂടെ ലാവും കാണുവാനിടയായിത്തീരും. അവരുടെ ശക്തി പ്രാപിച്ച് അവനെ പോലെ ആയിത്തീരുന്ന സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന എല്ലാവരും കൂടിയാണ് കർത്താവിനോടുകൂടി തേജസ്സിൽ വെളിപ്പെടുവാൻ പോകുന്നത്. അത് ഭാവികാല ദൈവരാജ്യ പ്രത്യക്ഷതയാണ്. അപ്പോൾ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ പ്രത്യക്ഷതയും ചൊല്ലി ഞാൻ സംസാരിക്കുന്നതൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ കാഴ്ചപ്പാട് ലഭിച്ചവരാ. അവർക്കത് വായിച്ചു പോകുമ്പോൾ എഴുതിപ്പോയപ്പോൾ അവർക്ക് മനസ്സിലായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ തേജസ്സിന്റെ പ്രത്യക്ഷതയുണ്ടെന്നും അതിലവർ അംഗങ്ങളായി തീരുമെന്നൊക്കെ പറഞ്ഞാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഞാൻ തെളിവെടുത്ത് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കും. ഞാൻ ഇതിന്റെ ആമുഖം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വെളിപ്പാട് വ്യാഖ്യാനത്തെ പുസ്തകം വായിച്ചാൽ മതി, ഇതിനെല്ലാം എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങളാരും വായിക്കുന്നതെന്നറിയാം. എന്നാൽ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഗ്രഹിച്ചെടുക്കാമെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ അതൊക്കെ എത്രയും ഇപ്പൊ ഇത് കേട്ടിട്ട് പോകും, എല്ലാവരും കൈ വെക്കും, നാളെ ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് പറയും. സോ എന്നാൽ അങ്ങനെ പോകുവാനല്ല അത് പ്രിയപ്പെട്ടവരെ. നാം ഈ പഠിക്കുന്നത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ കേൾക്കുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പൊ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത് ദൈവരാജ്യമായി, പക്ഷെ എന്തായിരുന്നു? ബലഹീനമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ എന്താണ്? ശക്തിയുള്ളതാണ്. എന്നാൽ ഇനി വരാനുള്ളതാണ് ശക്തിയോടും തേജസ്സോടും കൂടിയതാണ്. ഞാനും നിങ്ങളും അതിന്റെ പങ്കാളികളായി തീർണം. നമ്മൾ ആ ഭാവി കാലത്തിൽ പ്രത്യക്ഷപ്പെടണം. നാം അതിൽ പങ്കാളികളായി തീർണം. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 3 സുവിശേഷങ്ങൾ അത് നമുക്ക് തെളിവ് തരികയാണ്. 21 ലൂക്കോസ് 21:31, ലൂക്കോസ് 21:27 ഭാഗം നമുക്കറിയാം. മനുഷ്യ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ പ്രത്യക്ഷനാകും. മേഘത്തിൽ വരുന്നത് കൊണ്ട് നിവർന്ന് തലമുക്കുവീൻ. മനുഷ്യപുത്ര ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് കൊണ്ട് നിങ്ങൾ നിവർന്ന് തലമുക്ക്. എപ്പോഴാണ് ദൈവരാജ്യം വരുന്നതെന്ന് അവർ ചോദിപ്പാട്, എപ്പോഴാണ് ഭാവികാല ദൈവരാജ്യം വരുന്ന അവർ ചോദിപ്പാനിടയാക്കുന്നപ്പോൾ കർത്താവ് കാര്യകാല ലക്ഷണങ്ങളെ പറഞ്ഞിട്ട് പറഞ്ഞു, അതെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അതിന്റെ അർത്ഥം അന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയാം? ദൈവരാജ്യം ഇടയിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? എന്താണ് കർത്താവ് ദൈവരാജ്യം ഇടയിൽ എന്ന് പറയാൻ കാരണം എന്താ? കാരണം യേശു ക്രിസ്തുവാണ് യഥാർത്ഥമായ ദൈവരാജ്യത്തിന്റെ വക്താവ്. അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ ഇടയിലുണ്ട്. നീതീകരിക്കുന്ന, സമാധാനം നൽകുന്ന, അതെ സന്തോഷം നൽകുന്ന ദൈവരാജ്യമായിരിക്കുന്ന ക്രിസ്തു ഇവിടെ ഉണ്ട്. പക്ഷേ ആർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതാണ് പറഞ്ഞു ദൈവരാജ്യം. എഴുമാ നോക്കി പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും അന്വേഷിച്ച് നടക്കുക ആടിനെയും കാളകളെയും ഒക്കെ യാഗമർപ്പിച്ചിട്ട് താൽക്കാലികമായിരിക്കുന്ന പാപമോചനം പ്രാപിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും പാപികളായി ആവർത്തിച്ച് ഇത് വീണ്ടും ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ ആവർത്തനമായിരിക്കുന്ന സുസുഖത്താൻ വേണ്ടിയാ. നിത്യമായിരിക്കുന്ന വീണ്ടെടുപ്പ് നൽകി മനുഷ്യരെ വീണ്ടെടുത്തുകൊണ്ട് അവനിൽ ദൈവത്തിന്റെ ശക്തി പകർന്നുകൊണ്ട് അവനെ എന്നേക്കുമായി വീണ്ടെടുക്കുവാൻ വേണ്ടി അവനിൽ ദൈവത്തിന്റെ നീതിയും സമാധാനവും സന്തോഷവും പകരുന്ന യേശു ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ എന്ന് പറഞ്ഞ അർത്ഥം ആരുണ്ട്?
യേശുവാകുന്ന ആ യഥാർത്ഥമായ ദൈവരാജ്യത്തിന്റെ വക്താവ്, അത് നീതീകരിക്കുന്ന, സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന യേശു ഉണ്ടായിരുന്നപ്പോൾ അനേകർക്ക്, പരീക്ഷന്മാർക്ക് അന്നത്തെ സ്കോളേഴ്സിന് മനസ്സിലായില്ല. പക്ഷെ അവൻ മുഖാന്തരം എത്രയോ പേർക്ക് നീതീകരണം പ്രാപിപ്പതിന് പറഞ്ഞു, ചുങ്കക്കാരും പാവികളും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു. അതിനർത്ഥം ചുങ്കക്കാരും വ്യഭിചാരികളുമായിട്ടുള്ളവർ, പാപികളായിട്ടുള്ളവർ യേശുവിന്റെ പ്രസംഗം കേട്ടുകഴിഞ്ഞപ്പോൾ അവരുടെ പാരമ്പര്യമെല്ലാം, പാപത്തെല്ലാം വിട്ടൊഴിഞ്ഞ് അവർ കർത്താവിന്റെ അടുക്കൽ വന്ന് നീതീകരണം പ്രാപിച്ചു. സമാധാനത്തോടെ പലരും വീട്ടിൽ പോയി. എന്നാൽ പരീശന്മാരാകുന്ന അനേകർക്ക് സമാധാനം നഷ്ടപ്പെട്ടു, അവർക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു. യേശുവിനെ കാണുമ്പോൾ അസൂയയായി. കാരണം എന്താ? അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ക്രിസ്തുവിനെ കാണുമ്പോൾ അസൂയ പോന്നിട്ട് പറഞ്ഞു ഇവരെ കൊല്ലണം. എന്നാൽ ദൈവരാജ്യമായിരിക്കുന്ന ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ നീതീകരണം പ്രാപിച്ചോട് കഥ പറഞ്ഞു, മകളെ നീ സമാധാനത്തോടെ വീട്ടിൽ പോകണം പറഞ്ഞു. പാവനിയായ സ്ത്രീയെ നീതീകരിച്ചു. അതെ, കല്ലെറിഞ്ഞ് കൊല്ലേണ്ട, അവളെ ദൈവം നീതീകരിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇനി പാപം ചെയ്യരുത്, നീ എന്ത് ചെയ്യാ, സമാധാനത്തോടെ പൊക്കോളാൻ പറഞ്ഞു. യേശു കൊടുക്കുന്ന സമാധാനം പരീശന്മാർക്ക് കൊടുക്കാൻ കഴിയത്തില്ല. യേശു കൊടുക്കുന്ന സമാധാനം ശാസ്ത്രമാർക്ക് കൊടുക്കാൻ കഴിയത്തില്ല. യേശു കൊടുക്കുന്ന നീതീകരണം ലോകത്തുള്ള ആർക്കും കൊടുക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ക്രിസ്തു മുഖാന്തരമുള്ള യഥാർത്ഥമായ നീതീകരണം പ്രാപിച്ചവർക്കറിയാം നമുക്ക് ആ സന്തോഷമുണ്ട്, നമുക്ക് ആ സമാധാനമുണ്ട്. അപ്പോൾ അത് അവർക്ക് പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചില്ല. ശിശുക്കളെ പോലുള്ളവർ യേശു പുറകെ കൂടി. കർത്താവ് പറഞ്ഞു, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ പിതാവേ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു പറഞ്ഞു. നിങ്ങളുടെ ഷെൽഫിന്റെ അകത്ത് എത്ര പുസ്തകങ്ങൾ ഇരുന്നാലും, ഏതെല്ലാം സ്കോളേഴ്സിന്റെ പുസ്തകങ്ങൾ ഇരുന്നാലും, എത്ര ലൈബ്രറി നോക്കുന്ന പുസ്തകങ്ങൾ ഇരുന്നാലും അതൊന്നും നിങ്ങളെ രക്ഷിക്കുകയില്ല. എന്നാൽ മനസ്സിലാത്മാവ് വിളിച്ചു പറയട്ടെ, നമ്മുടെ പുസ്തക കൂമ്പാരങ്ങളെല്ലാം നമ്മളെ രക്ഷിക്കുന്നത് അകത്തൊരു ദൈവസേവനം ഉണ്ടാകുമ്പോൾ, ദൈവരൂപ വ്യാപരിക്കുമ്പോൾ, ദൈവശക്തി വ്യാപരിക്കുമ്പോൾ അതാണ് നമ്മെ പണിതെടുക്കുന്നത്. തലക്കകത്തുള്ള ചില ജ്ഞാനമല്ല നമ്മെ വിടുവിക്കുന്നത്, അകത്തുള്ള മനുഷ്യൻ ശക്തി പ്രാപിക്കുമ്പോഴാണ് ജ്ഞാനങ്ങൾ മികവ് പ്രാപിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ തന്നിരിക്കുന്നത്. പഠിക്കണമെന്നോ പഠിപ്പിക്കണമെന്നോ പുസ്തകങ്ങൾ വായിക്കണമെന്നല്ല, അതിലൊന്നും അമുറ്റം കൊള്ളേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും നമ്മുടെ അകത്ത് വ്യാപരിച്ചു കഴിയുമ്പോൾ മാറ്റങ്ങളായി തീരുവാൻ ഇടയാറ്റുന്നുണ്ടല്ലോ എന്ന് പകർസഭി. അത് നമ്മൾ ഈ മാറ്റം വരുത്തുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ 1000 ആണ്ട് വാഴ്ചയ്ക്കായി കർത്താവ് ഭാവി കാലത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ശക്തിയോടുകൂടെ മാത്രമല്ല തേജസ്സോടുകൂടി വരുമ്പോൾ ഞാനും നിങ്ങളും ഇന്ന് ശക്തിയുള്ളവരാണ്, തേജസ്സില്ലാത്തവരാണ്. എന്നാൽ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ നമുക്ക് തേജസ് ലഭിക്കുമെന്ന്, ഭാഗ്യമുള്ള പദവി ലഭിക്കുമെന്ന് വിശ്വാസമുള്ളവർ മാത്രം കരവേറ്റി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ അതെ അവൻ തന്നിരിക്കുന്ന തേജസ് പ്രാപിക്കുവാൻ, ആ തേജസ് പ്രാപിച്ച് അവനോട് കൂടെ വരുവാൻ വേണ്ടി ഭാവികാല ദൈവിക രാജ്യ പ്രത്യക്ഷതയിൽ അവനോട് കൂടെ വന്ന് 1000 ആണ്ട് വാഴുമെന്നുള്ള ആ വിശുദ്ധന്മാർക്കുള്ള പ്രത്യാശയാണ് ഈ സുവിശേഷം മുഖാന്തരമായി നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇത് മനസ്സിലായെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരുപാട് വിഷയങ്ങൾ മാറ്റമുണ്ടാകും. നമ്മുടെ ചിന്താഗതി മണ്ഡലത്തിൽ മാറ്റമുണ്ടാകും, നാം ആരാകുന്നുള്ള മാറ്റമുണ്ടാകും. പുതിയ നിയമത്തിലെ ദൈവരാജ്യം എന്താകുമെന്ന് മനസ്സിലാകും. അത് ക്രിസ്തു ഓറിയന്റഡ് ആണ്, ക്രിസ്തു കേന്ദ്രീകൃതമാണ്. എന്നാൽ പഴയ നിയമത്തിൽ അത് ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയിലായിരുന്നു, അതുപോലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലൂടെയായിരുന്നു. ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ പാപ പരിഹാര രക്തത്തിന് മുഖാന്തരമുണ്ടായി. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാലാണ് ദൈവരാജ്യം, ദൈവസഭ സ്ഥാപിതമായിരിക്കുന്നത്. അത് അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷമായി തന്റെ സകല വിശുദ്ധന്മാരുമായി ഭാവിയിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ മണ്ണിൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തിൽ നിന്ന് ദൈവ തേജസ്സിന്റെ ആ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അവന്റെ തേജസ്സിനോട് ചേരുവാനുള്ള തേജസ് പ്രാപിക്കുന്ന തികവുള്ളവരായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്ന ദൈവത്തിന്റെ മണവാട്ടിയായ ദൈവസഭ. അവരോട് ചേരുവാനുള്ളവരെയാണ് കർത്താവ് ദിവസങ്ങളിൽ തികച്ചെടുക്കുന്നവർ. ഭാവികാല ദൈവരാജ്യത്തിന്റെ പ്രത്യക്ഷതയിൽ കർത്താവിനോട് വരും, 1000 ആണ്ടോടെ വാഴും എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അത് വരാൻ പോകുന്നതാണ് ഭാവികാലത്തുള്ള. വർത്തമാനത്തിൽ നിന്ന് ഭാവികാലത്തേക്ക് വരും. ഇപ്പൊ വർത്തമാനകാലത്തിൽ മറ്റൊരു കൂട്ടരു കൂടിയുണ്ട്, അത് ഇവിടെ പറയണമല്ലോ. ഈ സുവിശേഷം മാത്രമല്ല, റോമക്കെഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്
നമ്മെ മാത്രമല്ല സുവിശേഷം അനുസരിക്കാത്ത ഒരു കൂട്ടരെ കൂടി ദൈവം ഇവിടെ കണ്ടിട്ടുണ്ട്. കാരണം റോമക്കെതിരെ പറയുമ്പോൾ കൃപയാലുള്ള തെരഞ്ഞെടുപ്പ് പ്രകാരമുള്ള ഒരു കൂട്ടരെ റോമക്കെതിരെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃപയാലുള്ള തെരഞ്ഞെടുപ്പ് റോമ ലേഖനം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് നാം ദൈവത്തിന്റെ കൃപയാൽ നാം രക്ഷ പ്രാപിച്ചതാണ്, രക്ഷാദാനം പ്രാപിച്ചതാണ്. എന്നാൽ ഇസ്രായേൽ ഇതുവരെയും യേശുവിനെ അംഗീകരിക്കത്തില്ല, അവർക്ക് ഇതുവരെ കൃപ ലഭിച്ചിട്ടില്ല. എന്നാൽ അവരെ കുറിച്ച് കർത്താവ് അവരെ തള്ളിക്കളയത്തില്ല. കൃപയാൽ ഈ കാലത്തിലും കൃപയാലുള്ള ഒരു ശേഷിപ്പുണ്ടല്ലോ എന്ന് റോമക്കെതിരെ ലേഖനം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിട്ട് റോമക്കെതിരെ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 5-ാം വാക്യം എന്ന് തന്നെയല്ല, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ലാകയാൽ എന്ത് ഇസ്രായേൽ എന്ന് പറയുകയാണ്. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അത് ബാലിന് വിട്ടുമടക്കാത്ത 7000 പേരെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഇസ്രായേലിനെ നോക്കി പറയുകയാണ്, കൃപയാൽ അവർക്ക് കൃപ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ അബ്രഹാമുള്ള വാക്യത്തെ പ്രകാരം 144,000 പേരെ ഭൂമി രാജ്യപരമാക്കി തീർക്കുവാൻ വേണ്ടി അവരെ കണ്ടുകൊണ്ട് പറയുക, ഈ കാലത്തിലും അഥവാ ഈ കൃപായുഗത്തിലും എന്തുണ്ട്, ഒരു ശേഷിപ്പുണ്ട്. ഇസ്രായേലിന് മേൽ ദൈവത്തിന് ശേഷിപ്പുണ്ട്. അവരെ അഗ്നി കൊണ്ടുള്ള സ്നാനം കഴിപ്പിച്ച് യാഗപീഠത്തിന്റെ അഗ്നിക്ക് അവരെ ഓർമ്മിക്കാൻ കഴിയുമ്പോൾ അവരറിയാതെ അവരുടെ മേൽ ഈ പറയുന്ന കൃപയുടെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. അഗ്നി തീയുടെ സ്നാനത്തെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പുസ്തകം എഴുതിയപ്പോൾ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇസ്രായേലൊന്നും അറിയത്തില്ല. എന്നാൽ സ്വർഗത്തിൽ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് യാഗപീഠം ഉണ്ടായിരുന്നു, അവിടെ യാഗത്തീ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അന്ന് അതുവരെയും ജീവന്റെ വാസയായിരിക്കുന്ന സൗരഭ്യാസം അവിടെ പരന്നിരുന്നില്ല. കാരണം ക്രിസ്തു സൗരഭ്യാസ യാഗമായി തീർന്നില്ല. നാളെ കർത്താവ് 2000 വർഷം മുമ്പ് അവൻ യാഗമായി തീർന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ ഭൂമിയിൽ അവൻ കടന്നുപോയ പരദേശ എല്ലാ സ്ഥലത്തും ജീവന്റെ വാസ വ്യാപരിച്ചു. അപ്പോൾ യേശു വരുന്നതിന് മുമ്പ്, യേശു ഒന്നാമത്തെ വരുന്നതിന് മുമ്പ് യാഗപീഠത്തിലെ കനലിൽ ജീവന്റെ സൗരഭ്യവാസം ഉണ്ടായിരുന്നു. എന്നാൽ അവൻ യാഗപീഠമായി തീർന്നു കഴിഞ്ഞപ്പോൾ ആ യാഗപീഠത്തിലെ കനലിന്മേൽ ജീവന്റെ വാസം വ്യാപരിച്ചുകൊണ്ട് ആ ഈ കനൽ കൊണ്ടാണ് ഇസ്രായേലായിരിക്കുന്നവരെ 144,000 പേരെ അഗ്നി കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. അതാണ് തീ കൊണ്ടുള്ള അഭിഷേകം. നമ്മെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചെയ്തു. കൃപയാത്മാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ ധരിയാൽ നിൽക്കുന്നവരെ തികവുള്ളവരാക്കി എടുക്കുവാൻ ദൈവത്തിന്റെ കുഞ്ഞാൻ രക്തത്തെ അല്ലാതെ മറ്റൊരു വഴിയില്ല. കുഞ്ഞാൻ രക്തം കൂടാതെ ദേവസ്ഥലം പ്രാപിക്കാൻ കഴിയത്തില്ല, അവർക്ക് വീണ്ടെടുപ്പ് കഴിയാൻ കഴിയത്തില്ല. അവരെ വീണ്ടെടുക്കുന്നത് അഗ്നി കൊണ്ടുള്ള അഭിഷേകമാണ്. അത് അവരുടെ മേൽ പകരപ്പെടുന്നതാണ്. അതാണ് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞെന്ന് പറയുമ്പോൾ യാഗപീഠത്തിൽ മേലുണ്ടായിരുന്ന ആ കനലിൽ വ്യാപരിച്ച കുഞ്ഞാടിന്റെ ജീവന്റെ സൗരഭ്യവാസന, ആ യാഗമാറ്റൊരു സൗരഭ്യവാസന ഇവരറിയാതെ ഇവരുടെ മേൽ പകരപ്പെടും. അങ്ങനെയാണ് കൃപയാലുള്ള തെരഞ്ഞെടുപ്പ് 144,000 പേര് വരുന്നത്. വർത്തമാനകാലത്തിൽ ഈ ഇസ്രായേലിനുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് മനസ്സിലായി, ദൈവസഭയുടെ കാര്യത്തെ കുറിച്ച് മനസ്സിലായി, 30, 60, 100 മീഡിയകൾ മനസ്സിലാവേണ്ടി തീർന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവര്, 1000 ആണ്ട് വാഴ്ചയിൽ പിന്നെ എങ്ങനെയാണ് അന്നും ദൈവരാജ്യമുണ്ട്. ആ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് അത് തേജസ്സുള്ള വരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രത്യക്ഷ വെളിപ്പെടില്ല. മേഘങ്ങളിൽ വരുന്നത് മറയപ്പെട്ടാണ് വരുന്നത്. പറഞ്ഞാൽ പൂർണ്ണമായ തേജസ്സോടുകൂടി പാവമുള്ള മനുഷ്യർക്ക് വരാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവും അവന്റെ വിശുദ്ധന്മാരും വരുമ്പോൾ മേഘങ്ങളിൽ മറയപ്പെട്ടു വരുന്നത്. നമുക്ക് തേജസ് കാണും, പക്ഷേ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാൻ കഴിയത്തില്ല. അവർക്കത് അത്രമാത്രം അവർക്ക് അത് സഹിക്കാൻ കഴിയാത്ത അന്നത്തെ സൂര്യന്റെ ചൂട്, സൂര്യന്റെ പ്രകാശം ഇന്നത്തെ സൂര്യന്റെ 7 മടങ്ങ് പ്രകാശമായിരിക്കും. അന്നത്തെ ചന്ദ്രൻ ഇന്നത്തെ സൂര്യന്റെ പ്രകാശം തുല്യമായിരിക്കും. എന്നിട്ട് പോലും ഈ തേജസ് മുഴുവൻ പ്രത്യക്ഷപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ് ദൈവമായിരിക്കുന്ന കർത്താവിനോടുകൂടെ സകല വിശുദ്ധന്മാരും വരുമ്പോൾ മേഘങ്ങളിൽ മറയപ്പെട്ടു വരുന്നത്. എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടുള്ള തേജസ് വെളിപ്പെടുവാൻ കഴിയത്തില്ല. അന്ന് ഈ ലോകത്തിലെ പ്രകാശത്തിന്റെ തേജസ്സിന് 7 ഇരട്ടി പ്രകാശമായിരിക്കും പകല്. അന്ന് ഇന്നത്തെ പകൽ പോലെയായിരിക്കും അന്നത്തെ രാത്രി. ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ലഭിക്കാൻ പോകുന്നൊക്കെ ജനത്തിൽ സ്തോത്രം ചെയ്യുന്നു. ആർക്കും വേണ്ടേ? ഇവരെ തേജസ്സുകാർക്ക് വേണ്ടേ എന്ന് ആർക്കും കാണണ്ടേ? 1000 ആണ്ടോടുകൂടി 1000 ആണ്ട് വാഴ്ചയിൽ യേശുവോട് വാഴണമെങ്കിൽ ദിവസങ്ങളിൽ നാം ആ സ്വർഗ്ഗദേശത്ത് പ്രാപിക്കുന്നത് ആരാണെന്നുള്ളത് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതായിരിക്കും. നലാമുഖം പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുക. അപ്പോൾ ഇവിടെ ദൈവരാജ്യം എന്നുള്ളത് വർത്തമാനകാല ദൈവരാജ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവികാല ദൈവരാജ്യം ഉണ്ടാകും.
ഭാവികാല ദൈവരാജ്യത്തിൽ യേശു ഭരിക്കുന്നത് കൊണ്ട് ഇവിടെ മനുഷ്യന്റെ ആയുസ് ദീർഘമായിരിക്കും, വൃക്ഷങ്ങളുടെ ആയുസ്സായിരിക്കും. അന്ന് അന്ന് ക്രൂരമൃഗങ്ങളിലൂടെ കാണത്തില്ല. അന്ന് ഇവിടെ മൃഗങ്ങളെല്ലാം അത് സസ്യബുക്കുകളായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സർപ്പത്തിന്റെ ബോധികൾ എന്ത് ചെയ്യും, ശിശു കൈയിടുമെന്ന്. വൈക്കോലത്തിലും സിംഹത്തിന്റെയും സിംഹവും ഒക്കെ എന്ത് ചെയ്യും, അത് വൈക്കോലത്തിനും വനടയത്തിനും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മാംസബുക്കുകളായിരുന്ന എല്ലാ ജീവജാലങ്ങളും മാറിയിട്ട് അതെല്ലാം മനുഷ്യരോട് ചേർന്ന് ഇണങ്ങുന്ന സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നത് 1000 ആണ്ട് വാഴ്ചയിലെ സംഭവമാണ്. എന്നാണ് ഈ മൃഗങ്ങളെല്ലാം തെറ്റിപ്പോയെന്നറിയാമോ? എന്നാൽ ഇത് ക്രൂരമൃഗങ്ങളായി മാറിയെന്നറിയാമോ? നോഹയുടെ ജലപ്രളയം വരെ കുഴപ്പമില്ലായിരുന്നു. നോഹയുടെ ജലപ്രളയം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ മൃഗങ്ങളെല്ലാം മാംസബുക്കുകളായി തീരുവാനിടയാക്കുന്നത്. അത് കാലങ്ങളിൽ ചിലതോട് കൂടിക്കൂടി വരികയാ. അത് ഈ പറയുന്ന അധികം താമസയുടെ വനവൽക്കരണത്തെ കുറിച്ചും വന്യമൃഗങ്ങളിൽ ഇറങ്ങി നാശവരുത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മനുഷ്യനെ കൊല്ലാൻ കുഴപ്പമില്ല, പക്ഷേ മൃഗത്തെ തൊടാൻ വയ്യാത്തതിന്റെ കാരണമുണ്ടെന്ന് അറിയാമോ? ഇവിടെ മൃഗങ്ങൾ വർദ്ധിച്ചു വരണം. കാരണം മൃഗീയ ഭരണം വരുമ്പോൾ അന്ന് ഭൂമിയിലെ മനുഷ്യരിൽ 4 കൊന്നുകളയാൻ വേണ്ടി ദൈവം അയക്കുന്ന 4 ബാധകളിൽ ഒരു ബാധ വന്യമൃഗങ്ങളാണ്. അന്ന് അതാണ് കടിച്ചു കീറി കൊല്ലുവാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ആരെല്ലാം എതിർത്താലും വന്യമൃഗങ്ങൾ ഉണ്ടാകും, ഇവിടെ വനവൽക്കരണം ഉണ്ടാകും, വന്യമൃഗം ഉണ്ടാകും. കാരണം വനത്തിൽ പതിക്കുന്ന അതിനും നിവൃത്തിയിരിക്കപ്പെടുന്ന കാരണം അന്ന് യുദ്ധമുണ്ടാകും, ക്ഷാമമുണ്ടാകും, മഹാമാരി ഉണ്ടാകും. കാട്ടുമൃഗങ്ങൾ ഇറങ്ങി മനുഷ്യരെയും എല്ലാവരുടെ കൂടി 4 മനുഷ്യരെ കൊന്നുകളയുമെന്ന് ദൈവം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മൃഗസ്നേഹികളായി മാറണം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇതെല്ലാം ദൈവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാ, നടക്കാനുള്ള സംഭവങ്ങളാ. അതുകൊണ്ടാണ് എല്ലാ ഗവൺമെന്റുകളും വനവൽക്കരണത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്നത്, എല്ലാ ഗവൺമെന്റുകളും മൃഗങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നത്, മനുഷ്യനേക്കാൾ വില കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കുക, ഒരു മൃഗീയ വണ്ണം വരാൻ പോകുന്നു. അതോടുകൂടെ അതിനുശേഷമായി ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അന്ന് കടിച്ചു കീറിക്കുന്ന മൃഗങ്ങളെല്ലാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ തലമുറകളെല്ലാം വീണ്ടും എന്ത് ചെയ്യും, മനുഷ്യരോടണങ്ങുന്നവരായിരിക്കും 1000 ആണ്ട് വാഴ്ചയിൽ. അന്ന് മനുഷ്യന്റെ ആയുസ് ദീർഘമായിരിക്കും, അവന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയായിരിക്കും. അന്ന് ബാലൻ 100 വയസ്സുള്ളവരായി മരിക്കുന്നവർ, അന്ന് മരണമുണ്ട്, മരണം നീങ്ങിപ്പോകത്തില്ല, മരണമുണ്ട്, അന്ന് പാവമുണ്ട്. അന്നത്തെ ദൈവരാജ്യത്തിൽ നിൽക്കുവാൻ എളുപ്പമാണ്. അന്ന് പൈശാചികന്റെ ശക്തിയെ സാധാരണ ബന്ധിച്ചായുധമായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ വരുംകാല സഹസ്രാർത്ഥവാഴ്ചയിൽ ജീവിക്കുവാൻ വളരെ എളുപ്പമാണ്, അവർക്കത് ബുദ്ധിമുട്ടില്ല. എന്നാൽ അന്നും അനുസരണക്കേട് കാണിക്കുന്ന ഭാവി കാണും. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭാവി അവൻ മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഭാവികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഭാവികാല ദൈവരാജ്യത്തിൽ അന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത്? അനുസരണമാണ്. അന്ന് അനുസരിക്കണം ദൈവത്തിന്റെ കൽപ്പന, ദൈവം പറയുന്ന ഓർഡറിനനുസരിച്ച്. അതുകൊണ്ട് പറയുന്നത് മിത്രവംശം അവർ കൂടാതെ പെരുന്നാൾ വരുവാൻ വന്നില്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? ശിക്ഷ കൊടുക്കും അവരെ. അനുസരണമാണ് ഭാവികാല വർത്തമാനകാലത്തിൽ ദൈവത്തിന്റെ ഭരണത്തിലായിരിക്കുമ്പോൾ അന്നത്തെ മനുഷ്യൻ ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരുന്നത്. അന്ന് നിത്യയിൽ മാത്രമേ ഒഗ്നിക്കാരായി തീരുവാൻ കഴിയൂ. 30 പേർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. 60 പേരെയും കാണത്തില്ല, 100 പേരെയും കാണത്തില്ല. പ്രിയപ്പെട്ടവരെ, അതോടുകൂടിയാണ് വിളവെടുപ്പ് പൂർത്തീകരിക്കപ്പെടുന്നത്. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ ഒടുക്കത്തെ നാളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ആകാശഭൂമി കത്തി കഴിയപ്പെടുമ്പോൾ ദൈവരാജ്യത്തിൽ സകല പ്രവൃത്തികളും അത് കത്തി കഴിയപ്പെടും. എല്ലാ കാര്യങ്ങളും മാറും. ദൈവത്തിന് വേണ്ടിയ രാജ്യത്തെ ദൈവം പിതാവാം ദൈവത്തിന്റെ കയ്യിൽ ഒടുക്കത്തെ നാളിലെയും പുതിയ ആകാശ പുതിയ ഭൂമി ഇവിടെ സൃഷ്ടിച്ചിട്ട് പിതാവാം ദൈവത്തെ ആ രാജ്യം ഏൽപ്പിക്കും. അവിടേക്ക് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് നിത്യ യോഗ്യരായിട്ടുള്ളവരെ പ്രവേശിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് കർത്താവിനോടുകൂടെ അവിടുന്ന് വരുന്ന വിശുദ്ധന്മാരും കർത്താവും കരേറിപ്പോയിട്ട് പിതാവാം ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യേശു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അത് പ്രാർത്ഥന പഠിപ്പിച്ചു കഴിയുമ്പോൾ എന്താണ് സ്വർഗരാജ്യം എന്ന് മനസ്സിലാകും. ഇതുവരെ നാം ചിന്തിച്ചത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. എന്താ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചത്? അതെന്താണെന്നറിയാമോ? എന്താ പ്രാർത്ഥന പഠിപ്പിച്ചത്? എന്താ പറഞ്ഞത്? നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്താണ് സ്വർഗത്തിന്റെ പ്രത്യേകത? സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? സ്വർഗത്തിൽ മരണമില്ല, സ്വർഗത്തിൽ പാപമില്ല, സ്വർഗത്തിൽ എന്തുണ്ട്? നിത്യമായ ജീവനും സമാധാനവുമാണുള്ളത്. എന്നാൽ ഈ ഭൂമിയിൽ സാത്താൻ അടർന്നു വീണ ആ സ്വർഗം പോലും ദൈവത്തിൽ നിർമ്മലമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പരീസ പോലും ദൈവത്തിൽ നിർമ്മലമല്ല, അതിനെ ശുദ്ധമാക്കുവാനുള്ളത്. അതിനുശേഷമായി ഭൂമിയിൽ ദൈവത്തിന് നിർമ്മലമല്ല. ഇവിടെയും
പാപമുണ്ട്, മരണമുണ്ട്. എന്നാൽ ഈ ലോകം സാത്താൻ വസിച്ച പാർപ്പിടം, ദുഷ്ടൻ വസിച്ച പാർപ്പിടം ദൈവം കത്തിച്ചാമ്പലാക്കുന്നതിന് മുമ്പായി ഇവിടുന്ന് മാറ്റേണ്ട നിത്യ യോഗ്യരായിട്ടുള്ളവരെയും ആ സ്വർഗത്തിലുള്ള ദൂരന്മാരെയും പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കും. പുതിയ ആകാശ പുതിയ ഭൂമിയുടെ ഡെവഷൻ കൂടി പറഞ്ഞ് ഞാൻ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാം. എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത്, 10 ദിവസത്തിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നാം നീതി വസിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഇതുവരെ ഇവിടെ നിന്ന് അനീതി മാറിപ്പോയിട്ടില്ല. ഇതർത്ഥം അറിയാവോ? ഏത് അനീതിയും പാപമാകുന്നു. പാവം അങ്ങനെ പറയും അല്ലേ? ഏതനീതിയും പാപമാകും. നീതി വസിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയുടെ അർത്ഥം അനീതിയില്ലാത്ത അഥവാ പാപമില്ലാത്ത മരണമില്ലാത്ത ലോകമെന്നാണ്. ആ രാജ്യത്തിന് വേണ്ടി നാം വരുവാനുള്ളതിന് വേണ്ടി കാത്തിരിക്കുന്നു. നാം നീതി വസിക്കുന്ന വരുവാനുള്ള രാജ്യത്തിന് വേണ്ടി, അഥവാ ഭാവി കാലം കഴിഞ്ഞ് വരുവാനുള്ള ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആ വരുവാനുള്ള നീതി വസിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവിടെ മരണം കാണത്തില്ല, പാപം കാണത്തില്ല. അതുകൊണ്ടാണ് വെളുപ്പാസം പറഞ്ഞിരിക്കുന്നത്, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കണ്ണുനീരും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സകലതും പുതുവാക്കുന്നു. 21-ാം അധ്യായം അതിന്റെ 4 പോലുള്ള വാക്യങ്ങളായി, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കർഷരീവിനി ഉണ്ടാകുകയില്ല, കർഷരീവിനി ഉണ്ടാകുകയില്ല, ഒന്നാമത്തത് കഴിഞ്ഞുപോയി, ഇതാ ഞാൻ സകലവും പുതുവാക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇനി മരണമുണ്ടാകുകയില്ല, ഇനി ദുഃഖവും മുറവിളിയും ഉണ്ടാകുകയില്ല. 1000 ആണ്ട് വാഴ്ചയിലും മരണമുണ്ട്, 1000 ആണ്ട് വാഴ്ചയിലും പാപമുണ്ട്. എന്നാൽ നീതി വസിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ഈ പറയുന്ന അനീതി കാണത്തില്ല, സാക്ഷ്യം കാണത്തില്ല, മരണം കാണത്തില്ല. അത് വരുമെന്നുള്ളത് അതിനുവേണ്ടി നാം കാത്തിരിക്കുകയാണ്. എന്നാൽ ദുഷ്ടൻ വസിച്ച ഭൂമിയെയും ഒന്നാമത്തെ ആകാശത്തെയും ഒന്നാമത്തെ ഭൂമിയെയും ദൈവം ചുട്ട് ശാമ്പലാക്കി കളയുമ്പോൾ, ഒടുക്കത്തെ നാളിൽ ചെയ്തു കഴിയുമ്പോൾ പുതിയ ആകാശ പുതിയ പ്രത്യക്ഷപ്പെടും. അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകുന്ന സ്വർഗീയ രാജ്യം വെളിപ്പെടുന്നത്. സ്വർഗത്തിനെ പോലെ ഭൂമിയിലും ആകണമെന്നുള്ള പ്രാർത്ഥന ഇന്ന് വരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് വരെ അത് പൂർത്തീകരിക്കാനുള്ള കാരണം സ്വർഗത്തിൽ പാപമില്ല, സ്വർഗത്തിൽ അശുദ്ധിയില്ല, സ്വർഗത്തിൽ മരണമില്ല, സ്വർഗത്തിൽ കണ്ണുനീരില്ല. എന്നാൽ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചകളെല്ലാം ഉണ്ട്, ദൈവരാജ്യത്തിലെല്ലാം ഉണ്ട്. എന്നാൽ ദൈവം ഒരുക്കുന്ന സ്വർഗീയ രാജ്യത്തിൽ, നിത്യമായിരിക്കുന്ന രാജ്യത്തിൽ അവിടെ എന്ത് കാണത്തില്ല? അവിടെ മരണമില്ല, ദുഃഖമില്ലത് പൊതുവാന ഭൂമിയിൽ വ്യത്യസ്തപ്പെടുന്നു. എന്നാൽ ഈ പറയുന്ന ഭൂതകാല, വർത്തമാന, ഭാവികാല ദൈവരാജ്യത്തോടൊപ്പം തന്നെ ഈ സ്വർഗരാജ്യവും എന്തുണ്ട്? അതും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വർഗരാജ്യത്തേക്ക് ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കുമ്പോൾ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ മാത്രമല്ല, മരിച്ചു പോകുന്ന വിശുദ്ധന്മാർ ഉൾപ്പെടുന്നതാണ് സ്വർഗരാജ്യം എന്നുള്ളത്. എന്നാൽ ദൈവരാജ്യം എന്നുള്ളത് ജീവനോടിരിക്കുന്ന, ഞാൻ ആദ്യം നിർവചനം പറഞ്ഞല്ലോ, ഭൂമിക്ക് ആകാശത്തിന് കീഴിൽ ദൈവഭക്തിയോട് ജീവിക്കുന്ന സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവരാജ്യമെങ്കിൽ, സ്വർഗരാജ്യം എന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നതാണ്. അതിനകത്ത് സകല മനുഷ്യർ ഉൾപ്പെടുന്നുണ്ട്, അതിനകത്ത് മരിച്ചുപോയ വിശുദ്ധന്മാർ ഉൾപ്പെടുന്നുണ്ട്, ജീവനോടിരിക്കുന്ന ഉൾപ്പെടുന്നുണ്ട്. അതാണ് സ്വർഗരാജ്യം. നമുക്ക് ഈ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടുമ്പോൾ മത്തായി സുവിശേഷത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ 32 പ്രാവശ്യം 31 പ്രാവശ്യം സ്വർഗരാജ്യം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പലരും അതേക്കുറിച്ച് പറയുന്നത് ഈ സ്വർഗരാജ്യം ദൈവരാജ്യം ഒന്നാണ്. എന്നാൽ എന്തുകൊണ്ട് മത്തായി സുവിശേഷത്തിൽ അത് സ്വർഗരാജ്യം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം അവർ പറയുന്നത്, യഹൂദ വിശ്വാസങ്ങളുടെ ബന്ധത്തിൽ ദിവ്യനാമമായിരിക്കുന്ന ദൈവത്തിന്റെ നാമം എടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് മത്തായി അങ്ങനെ രേഖപ്പെടുത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവരാജ്യമെന്ന് മാത്രമല്ല, സ്വർഗരാജ്യമെന്ന് മാത്രമല്ല, ദൈവരാജ്യമെന്ന് കൂടി എഴുതിയിട്ടുള്ളത് കൊണ്ട് ആ പറയുന്നതിനോട് നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ മത്തായി എഴുതിയ സകല ആ സുവിശേഷത്തിൽ എന്ത് ചെയ്യണമായിരുന്നു? സ്വർഗരാജ്യം എന്ന് എഴുതണമായിരുന്നു. എന്നാൽ സ്വർഗരാജ്യം എന്ന് പറയാതെ അവിടെ ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാകുന്നത് ദൈവരാജ്യം എന്നുള്ളത് ഈ ഭൂമിയിൽ കൊണ്ട് തീർന്നു പോകുന്നതാണെങ്കിൽ, സ്വർഗരാജ്യം എന്നുള്ളത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, നിന്റെ നാമം
വിശദീകരിക്കപ്പെടണമേ. ഈ ലോകത്തിൽ യേശുവിന്റെ ദൈവത്തിന്റെ നാമം പഴയ നിയമം മുതൽ വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാവരിലൂടെയും നമുക്ക് കാണാൻ സാധിക്കാൻ അശുദ്ധമാക്കപ്പെട്ടു. ഇസ്രായേലിൽ ദൈവത്തിന്റെ നാമം വിളിക്കപ്പെടുവാനേ എത്തുള്ളൂ. പക്ഷേ അവർ മുഖാന്തരമായ ജാതികളിലും ഈ വല്ല നാമതയിലും ദൂഷിക്കപ്പെടുന്നാൽ യേശു ക്രിസ്തു മുഖാന്തരമാണ് യഥാർത്ഥമായ ദൈവനാമം ശുദ്ധീകരിക്കപ്പെട്ടത്. നിന്റെ നാമത്തിൽ ഞാൻ വന്നിരിക്കുന്നു, നിന്റെ നാമം ശുദ്ധിയുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിൽ ക്രിസ്തു മുഖാന്തരം, യേശു മുഖാന്തരമാണ് ദൈവനാമം എന്ത് ചെയ്യുന്നത്? അവൻ മുഖാന്തരമാണ് വിശുദ്ധീകരിക്കപ്പെട്ടത്. അവനിലാണ് യാതൊരു കളങ്കമില്ലാതെ യഥാർത്ഥമായ ദൈവത്തിന്റെ പ്രതിഭയായി വെളിപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ നാമം ശുദ്ധീകരിക്കപ്പെട്ടു. എന്നിൽ നിങ്ങൾ വ്യാപരിക്കുന്ന അതേ ശക്തി കൊണ്ട് ഞാൻ നിങ്ങളും ദൈവരാജ്യത്തിന്റെ മക്കളായി, സ്വർഗരാജ്യത്തിന്റെ മക്കളായി ജീവിക്കുമ്പോൾ നമ്മൾ മുഖാന്തരമായി ദൈവനാമം ഒരിക്കലും അശുദ്ധമാക്കപ്പെടുവാൻ പാടില്ല. ഇവനാണ് ഒരു വിശ്വാസി, ഇവനാണ് ഒരു ദൈവമകൻ, ദൈവമകൾ എന്ന് പറയുന്ന രീതിയിൽ നമുക്കിതിനെ വിളിച്ചുകൊണ്ടുമ്പോൾ ഒരുപക്ഷെ നമുക്കിതിനെ പറയാമായിരിക്കും. യേശുവിനെ പറഞ്ഞല്ല, പക്ഷേ നമ്മുടെ മനസ്സാക്ഷിയിൽ ഒരിക്കലും തെറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു വിളി പറയാൻ ഇടയാത്തരുത്. നമ്മെക്കുറിച്ച് പലരും അപവാദം പറഞ്ഞോളൂ, സാരമില്ല, ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതാ. എന്നാൽ പറയാൻ സാധിക്കും, എന്റെ ഹൃദയത്തിലേക്ക് ഒരു പ്രാഗൽഭ്യമുണ്ട്. ഞാൻ മുഖാന്തരമായി എന്റെ ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടുവാൻ ഞാൻ ഒരു നാളും സമ്മതിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ക്രിസ്തു യേശുവാണ് പിതാവാം ദൈവത്തിന്റെ നാമത്തെ യഥാർത്ഥമായി വിശദീകരിച്ച് നാമമായി വെളിപ്പെടുത്തിയത്. അത് അവനിലൂടെ വെളിപ്പെടുത്തുവാൻ ഇടയാറ്റുന്നു. രണ്ടാമത് യേശു പ്രാർത്ഥിച്ചത്, നിന്റെ രാജ്യം വരണമേ. ആ രാജ്യം വരുന്നത് ആ ഭാവികാല രാജ്യത്തുള്ള ബന്ധത്തിൽ 1000 ആണ്ട് വാഴ്ചയിൽ പിതാവാം ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു രാജ്യം, ഒരു ഭരണം, ഒരു നീതിയോടെ ഒരു രാജാവോടെ വാഴും. അതാണ് രാജ്യം വരണമേ എന്ന് പറഞ്ഞത്. അത് 1000 ആണ്ട് വാഴ്ചയിൽ പൂർത്തീകരിക്കപ്പെടും. സ്വർഗത്തിലെ പോലെ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള പ്രാർത്ഥന, സ്വർഗരാജ്യം അത് പൂർത്തീകരിക്കപ്പെടുന്നത് അത് ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ്. നീതിവസിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ് സ്വർഗരാജ്യം വെളിപ്പെടുന്നത്. അതിന്റെ അർത്ഥം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. യേശു രണ്ടാമത് വന്ന് 1000 ആണ്ട് ഇവിടെ വാണ്. ഇവിടെ സകലത്തെയും മാറ്റി, ഈ ദുഷ്ടവസിക്കുന്ന സകലത്തെയും ഇല്ലാതാക്കി അവൻ തന്റെ പ്രവൃത്തി തികച്ചു കഴിയുമ്പോൾ, പുതിയ ആകാശ പുതിയ ഭൂമി അത് സൃഷ്ടിക്കപ്പെട്ടു കഴിയുമ്പോൾ, നീതി വസിക്കുന്ന ഭൂമിയെ വചനം കൊണ്ട് സൃഷ്ടിച്ചിട്ട് അവിടേക്ക് നീതി വസിക്കുന്ന നീതിമാന്മാരായിരിക്കുന്നവരെ പ്രാകാരത്ത് പ്രവേശിപ്പിച്ചിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ രാജ്യം പിതാവിനെ ഏൽപ്പിക്കാൻ പോകുന്നത്. അത് സ്വർഗീയ രാജ്യമാണ്. ഞാനിവിടെ സ്വർഗരാജ്യത്തെ കുറിച്ച് എഴുതിയിട്ട് അകത്ത് ലേഖനങ്ങൾക്കകത്ത് ഒരു സ്ഥലത്ത് മാത്രമാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞ സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1 തെസ്സലോനിക്കയിലേക്ക് വരുമ്പോൾ അവിടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ രേഖപ്പെടുത്തിയ സ്വർഗീയരാജ്യത്തിനായി തന്നെ സൂക്ഷിക്കുമെന്നാണ്. ബാക്കിയുള്ള ഒരു ഭാഗത്തും സ്വർഗരാജ്യം എന്ന് പറഞ്ഞിട്ടില്ല. മത്തായി സുവിശേഷത്തിൽ മാത്രമാണ് 31 പ്രാവശ്യം എന്റെ കണക്കൂട്ട് പ്രകാരം, കാഴ്ചപ്രകാരം അങ്ങനെ പറഞ്ഞിരിക്കുന്നെങ്കിൽ തെസ്സലോനിക്കയിലെ ലേഖനത്തിലാണ് സ്വർഗീയ രാജ്യത്തിനായി തന്നെ കരുതുമെന്നുള്ള വാക്യം പറഞ്ഞിരിക്കുന്നത്. ഈ തെസ്സലോനിക്കയിലെ ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ മാത്രമാണ് സ്വർഗീയ രാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെന്നെ സ്വർഗീയ രാജ്യത്തിനായി സൂക്ഷിക്കും, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എന്നെ. എനിക്ക് എന്റെ റെഫറൻസ് കിട്ടുന്നില്ല. അവിടെ രേഖപ്പെടുത്തിയത് ഇപ്പൊ ഇവിടെ മനസ്സിലാക്കാൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് പറയാൻ. അവന്റെ കയ്യിൽ അകപ്പെടാതെ സ്വർഗീയ രാജ്യത്തിനായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ലേഖനത്തിൽ ഒരിടത്ത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വർഗീയ രാജ്യത്തിന് വേണ്ടി സൂക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നത്. അവിടെ പാപമില്ല, മരണമില്ല, ദുഃഖമില്ല. നാം ഇപ്പോൾ സ്വർഗീയ രാജ്യത്തിൽ ആയിരിക്കും. നാം ദൈവരാജ്യത്തായിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മെ ദൈവം സൂക്ഷിക്കുന്നത് സ്വർഗീയ രാജ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതിന്റെ തെളിവ് അതിന്റെ ഞാൻ അടുത്ത സെഷൻ എടുക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് ദിവസം മുന്നേറുമ്പോൾ ദൈവരാജ്യം എന്താണെന്നും സ്വർഗരാജ്യം എന്താണെന്നുള്ള ആമുഖം ഞാൻ പറയട്ടെ. ദൈവസ്വം എന്താണെന്നുള്ള ആമുഖം പറയട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ന്യായമായ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുവാനുള്ള സാവകാശമുണ്ടെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. അപ്പോൾ സ്വർഗരാജ്യം എന്ന് മത്തായി സുവിശേഷത്തിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 31 പ്രാവശ്യം രേഖപ്പെടുത്തുന്നു സ്വർഗരാജ്യം എന്നുള്ളത്. അതിനുശേഷമായി ഏകദേശം 12 പ്രാവശ്യം മത്തായി ദൈവരാജ്യം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്വർഗരാജ്യം അല്ല ദൈവരാജ്യം, സ്വർഗരാജ്യം തമ്മിൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും ദൈവരാജ്യത്തിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ നീതിമാൻ മാത്രമേ ഉൾപ്പെടുന്നുള്ളെങ്കിൽ സ്വർഗരാജ്യത്തിന് വേണ്ടി സൂക്ഷിക്കുന്നത് നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ആകുമ്പോഴാണ്. ഇന്ന് പലർക്കും മനസ്സിലാക്കാൻ വേണ്ടി സ്തോത്രം ചെയ്താണ്. അപ്പോൾ സ്വർഗരാജ്യം എന്നുള്ളത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്ന ഒരു രാജ്യം
ദൈവം ഇതിനിടയിൽ പങ്കെടുക്കുന്നുണ്ട്. മരിച്ചുപോയ വിശുദ്ധന്മാരതിനു വേണ്ടി കാത്തിരിക്കുക. നാം ദൈവരാജ്യത്ത് നിൽക്കുമ്പോൾ സ്വർഗരാജ്യത്തിന് വേണ്ടി നമ്മെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്വർഗീയ രാജ്യത്തിനായി സൂക്ഷിക്കുന്നു എന്നതിന്റെ അർത്ഥം അത് നിത്യതയിൽ കാണുന്ന നിത്യതയുടെ സൗഖ്യരാജ്യമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പഠിപ്പിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഭൂതകാല ദൈവരാജ്യം, വർത്തമാനകാല ദൈവരാജ്യം, ഭാവികാല ദൈവരാജ്യം, നിത്യയുഗ സ്വർഗരാജ്യമെന്ന് രേഖപ്പെടുത്തിയത്. മർമ്മം മനസ്സിലായി വിചാരിക്കുന്നു, കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നാം ഏതൊക്കെ ദൈവരാജ്യത്തെ പഠിച്ചത്? ഭൂതകാല ദൈവരാജ്യം, വർത്തമാനകാല ദൈവരാജ്യം, ഭാവികാല ദൈവരാജ്യം, നിത്യകാല സ്വർഗരാജ്യം. നിത്യമായിരിക്കുന്ന സ്വർഗരാജ്യമാണ്. അത് ഈ ഭൂമിയിൽ സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാക്കുന്ന ആ പ്രവൃത്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പൂർത്തീകരിക്കുമ്പോൾ ഒടുക്കത്തെ നാളിലാണ് ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ സ്വർഗരാജ്യത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകും. അവിടേക്ക് യേശു ക്രിസ്തു മുഖാന്തരമുള്ള പങ്കെടുക്കുന്ന ആ സ്വർഗീയ വിഷയം ഇറങ്ങി വരുമ്പോൾ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ എന്നുള്ള ആ പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെടും. 3 പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെട്ടു. രണ്ടാമത്തെ പ്രാർത്ഥന ദൈവരാജ്യം വരണമെന്നാണ്. അത് വേഗത്തിൽ വരുവാൻ പോവുകയാണ്. ആ രാജ്യത്തിൽ ഞാൻ നിങ്ങൾ കാണും. മൂന്നാമത് യേശു പ്രാർത്ഥന പഠിപ്പിച്ചത് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പാപമില്ലാത്ത മരണമില്ലാത്ത സ്വർഗം പോലെ ഒരു ഭൂമിയെ ദൈവം സൃഷ്ടിക്കും. അതിനെയാണ് നീതി വസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത്. നീതി വസിക്കുന്ന ഭൂമിയിലുള്ളത് സ്വർഗരാജ്യമായിരിക്കും എന്നുള്ള മർമ്മം വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ദൂരവിരാമം വിടുന്നു. ദൈവനകത്താണ് മെസ്സയായിക്കട്ടെ. രാത്രിയിൽ നാം വീണ്ടും ചിന്തിക്കുന്നത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ എന്താകുന്നതാണ്. ഇപ്പോൾ നാം ചിന്തിച്ചത് കാലങ്ങളിലൂടെയുള്ള ദൈവരാജ്യം, സ്വർഗരാജ്യം എന്താകുന്നതാണ്. മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നാം ഭൂതകാല ദൈവരാജ്യത്തെക്കുറിച്ചും വർത്തമാന ദൈവരാജ്യത്തെക്കുറിച്ചും ഭാവികാല ദൈവരാജ്യത്തെക്കുറിച്ചും മനസ്സിലാക്കി. അതിനുശേഷമായി നിത്യയുഗ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാര്യം മനസ്സിലാക്കി. അപ്പോൾ ദൈവരാജ്യവും സ്വർഗരാജ്യവുമുള്ള വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഞാൻ ഇന്ന് പകർച്ചയിൽ മനസ്സിലാക്കി വെളിപ്പെടുത്തി വിചാരിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായിരിക്കും വെച്ചാൽ രാത്രിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പോൾ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ എന്താകുന്നു എന്നുള്ളത് ഒരു വചനത്തെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചില 3-4 വചനങ്ങൾ ഒരുമിച്ച് ആ വചനങ്ങൾ എടുത്തു തിരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മർമ്മം എന്താണെന്നും സ്വർഗരാജ്യത്തിന്റെ മർമ്മം എന്ന് വെളിപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. ഭക്തരായിരിക്കണമേ. കടമ ദൈവത്തെ സ്തോത്രം ചെയ്ത ഈ ദിവസങ്ങളിൽ ഞാൻ ആയിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ ആണ്. ദൈവം നമ്മളെ സ്വർഗീയ രാജ്യത്തിനായി നമ്മളെ എന്ത് ചെയ്യും? സൂക്ഷിക്കുന്നു. അതായത് ദൈവം നമ്മളെ ഭരിച്ചു പോയാലും സ്വർഗീയത്തിൽ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യാം. എല്ലാ കടകളും നന്ദി പറഞ്ഞാൽ സ്തോത്രം ചെയ്യാം. എന്താണ് ദൈവരാജ്യം, എന്താണ് സ്വർഗരാജ്യം എന്ന് ചോദിക്കുമ്പോൾ അത് പറയുവാനുള്ളതായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ കാഴ്ചപ്പാട് ഉണ്ടാകണമേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തുടർന്നുള്ള സമയങ്ങളിൽ നാളെ ചോദിക്കാനുള്ള സമയമുണ്ടെന്നുള്ള അറിയിച്ചുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.